بسم الله الرحمن الرحيم الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير وهل عقدة من لسانه يفقهوا قولي وما توفيقي عليه توكلت وإليه أنيب أعوذ بالله السميع من الشيطان الرجيم بسم الله الرحمن الرحيم وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين صدق الله مولانا العلي العظيم وصدق بلى رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. തങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ടവരുടെ പെങ്ങൾ സുഖമില്ലാതെ ഒരു ഹോസ്പിറ്റലിലാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആ സന്ദർശനത്തിന് വേണ്ടി നിങ്ങൾക്ക് പോകേണ്ടതുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ മകളുടെ നിക്കാഹ് ഒക്ടോബർ മാസം 11-ാം തീയതി നടക്കുന്നുണ്ട്. അല്ലാഹു അതിനെല്ലാം ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. നമുക്കൊക്കെ ആ സന്തോഷത്തിൽ സംബന്ധിക്കാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല കുടുംബജീവിതം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. അലാമത്ത് ഖൗലിൽ മർഅത്തി മിൻ അഹ്ലിൻ നാർ أن تضحك لزوجها إذا أقبل وتخونه إذا أدبر كما قال شفيعنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدلي غافرا يا بهجة الدارين كلي ناصرا يا غافر الياسين كل غفرا جدلي بجودك روي بالغافا يا سيدي مددي سندي ويا عددي مؤيدي مددي يمدي على شددي شيدي سددي أبدي يا عددي
خرجا معينا لي كل آخذا خرجا معينا لي ولخمسة نكفي بها حرا وباء الهاتما المصطفى والمرتضى وبناهما والفاطمة أهياه بالقلب شهر المولد يا ربنا كل الوداع بذكر مولد أهل لنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله آياته والمعجزات كثيرة يا ربنا صهبت بصحة ما يقول الصديق لنا لا إله إلا الله لا إله إلا الله لا إله إلا الله البدر شق بيمينه والشمس بأمر ربنا غربت الغربة بغيره ضربوا به لنا وهشم الأشجار سجدت له يا ربنا وعليك السلم بعدك صهبي لنا لا إله إلا الله لا إله إلا الله ومن اليسير سقام أطعم جيشه يا ربنا حتى كتفوا يسيره له فدير لنا وله المسيئة الكليلة والهلا يا ربنا ومقامه محمود لنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പോയ വളരെ വിനയാന്വിതനും ആദരണീയനും അഹ്ലു ബൈത്തിന്റെ പ്രകാശ കിരണങ്ങളുടെ കേന്ദ്രബിന്ദുവുമായ പാണക്കാട് സയ്യിദ് നാസർ അബ്ദുൽ ശഹാബുദ്ദീൻ അവர்கள், ഈ സദസ്സിന്റെ അധ്യക്ഷൻ നമ്മുടെ മഹല്ലി കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ അബ്ദുൽ അസീസ് ഫൈസി, ഈ സദസ്സിന്റെ ദുആ നിർവഹിച്ച ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ്, ഒരു നീണ്ട പ്രഭാഷണത്തിലൂടെ തങ്ങൾ വരുന്നതുവരെ പ്രഭാഷണം നിർവഹിക്കുകയും അതിനോടൊപ്പം സ്വാഗതമാശംസിക്കുകയും ചെയ്ത അബ്ബാസ് ദാരിമി, നമ്മുടെ ഈ മഹല്ലിന്റെ ഖത്തീബ് കൂടിയായ ഉസ്താദ് അവர்கள், പിന്നെ ഈ സ്റ്റേജിൽ അൽഹംദുലില്ലാഹ് മണ്ണാർക്കാടിന്റെയും ചുരുക്കി പറഞ്ഞാൽ മലപ്പുറം പാലക്കാട് ജില്ലകളിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന SKSS പോലെ SUS പോലെ സമസ്തയുടെ പോഷക സംഘടനകൾ, സമസ്തയുടെ ആധികാരികമായ സ്ഥാപനങ്ങൾ, അതിലൊക്കെ സേവനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ എളിയ ഖാദിമീങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാരാണ് ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ഉസ്താദുമാർ. എല്ലാവരും ആലിമീങ്ങളാണ്, പലരും ആലിമീങ്ങളാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സയ്യിദവർകൾ, പിന്നെ ഒരുപാട് പൊതുപ്രവർത്തകരുണ്ട്. രാഷ്ട്രീയ, സാമുദായിക, സാമൂഹിക മേഖലകളിൽ പാലക്കാട് ജില്ലയുടെയും മലബാറിന്റെ തീരത്തും ഏതൊരാവശ്യം വന്നാലും ഓടിയെത്തുന്ന എന്റെ പ്രിയപ്പെട്ട പൊതുപ്രവർത്തകർ. ഈ
പരിസരത്ത് പല വേദികളിലും അവരെ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉണർവും ഉന്മേഷവും കാമ്പും കാതലും ഒക്കെ കൊടുത്ത അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സമയം കഴിഞ്ഞതുകൊണ്ട് ഓരോ വ്യക്തികളുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും മനഃപൂർവ്വം ഒഴിവാക്കി ഒരുപാട് സമയം കഴിഞ്ഞിപ്പോയി. അതുകൊണ്ട് തന്നെ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലൂടെ വന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു പെരുമാറാകട്ടെ. ഒന്ന്, ഇവിടുത്തെ സംഘാടകരെന്ന് പറഞ്ഞാൽ വളരെ സാധുക്കളാണ്. സാധുക്കളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പൈസയില്ല എന്നതല്ല, പിന്നെന്താ, വളരെ നല്ല മനസ്സിൽ കുഷ്ഠരോഗം ബാധിക്കാത്ത സന്മനസ്സിന്റെ ഉടമസ്ഥരാണ്. ഒരേ ഒരു ദിവസത്തെ പ്രോഗ്രാം, അതിനുവേണ്ടി ദാരിദ്ര്യത്തിന്റെ നീർച്ചൂഴിൽ കിടക്കുന്ന അവരുടെ മദ്രസക്ക് ഒരു ഉണർവ് ലഭിക്കണം എന്ന വലിയ ലക്ഷ്യം. പള്ളിക്ക് കാര്യമായ വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഈ അടുത്ത സമയത്ത് തുടങ്ങിയതല്ല, വർഷങ്ങളോളം അങ്ങനെ തന്നെ ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് പോവാണ്. ആ ഒരു അവസ്ഥയിൽ ഒരു ഡേറ്റ് കിട്ടിയപ്പോൾ മഴക്കാലമാണോ അല്ലയോ അതൊന്നും അവർക്കൊരു വിഷയമല്ല. ഏതായാലും ഒരുങ്ങിയിറങ്ങി. ഇത്ര വിശാലമായ ഒരു പന്തൽ ഒരിക്കലും ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. കാണുമ്പോ സത്യം പറഞ്ഞാൽ കണ്ണ് നിറയുന്നത് കണ്ണിന് സുഖമില്ലാത്തത് കൊണ്ടല്ല, അവരോടുള്ള സ്നേഹം കൊണ്ടുകൂടിയാണ്. രണ്ട് കാരണം കൊണ്ടാണ് ഇപ്പൊ കണ്ണ് നിറയുന്നത്. സങ്കടമുണ്ട്, കാരണം ഇങ്ങനെ ഒരു ഇത്രയും മനസ്സുള്ള ആളുകളുടെ ഒരു പ്രോഗ്രാമാണല്ലോ നിങ്ങൾ ഇരിക്കുന്നതെന്നാണ്. പക്ഷെ നിങ്ങൾ എത്ര കണ്ട് അവരെ സഹായിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നിങ്ങൾക്കൊരു പരീക്ഷണത്തിന്റെ ഒരു സദസ്സാണ്, അതിന് സംശയമില്ല. സഹോദരിമാർക്കും അങ്ങനെ തന്നെ ഒരു പരീക്ഷണത്തിന്റെ സദസ്സാണ്. ഒരു പള്ളിയുടെ രക്ഷ നിങ്ങളുടെ കയ്യിൽ. എവിടെയെങ്കിലും ബാങ്ക് വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പ്രശ്നമുണ്ടാക്കുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പോയാൽ പോരാ. അതിനു മുമ്പേ ഇങ്ങനെയുള്ള പള്ളികളെ സഹായിക്കൽ അതിനേക്കാൾ വലിയ ബാധ്യതയായി നിങ്ങളുടെ തലയിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത്. എവിടെയെങ്കിലും ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു പള്ളി തന്നെ അവിടെ ഉണ്ടെന്ന് ചിലരറിയാം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാവരുത് നിങ്ങൾ. അള്ളാഹു പള്ളികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം പെരുമാറാകട്ടെ. വലിയ പ്രശ്നമാണ്, നാട് മൊത്തം, കേരളം മൊത്തത്തിൽ പ്രശ്നമാണ്. ഞാന് പണിമുടക്കിന്റെ സമയം കണ്ണൂര് കുടുങ്ങി ഒരു ദിവസം ഫുള്ള്, ഒരു ദിവസത്തെ പരിപാടി ക്യാൻസൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നായകളെ അടിച്ചുകൊണ്ടിട്ട് ലൈൻ കമ്പിയിൽ കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് പ്രതിഷേധം നടത്തുന്ന കേരളത്തിലെ ഒന്നാമത്തെ പ്രതിഷേധ സമരം കാണാൻ എനിക്ക് പിന്നെ ഒരു അവസരം കിട്ടി. നായകളെ കൊന്നൊടുക്കിയിട്ട് ലൈൻ കമ്പിയിൽ കെട്ടിത്തൂക്കിയിട്ട് ഒരു മത്സരം, ഒരു സമരമാണത്. ഇന്ന് നായകളായി, നാളെ അത് മനുഷ്യരായി. അല്ലാഹു ആലം, അല്ലാഹു റബ്ബ് നമുക്കൊക്കെ ഒരു മാനുഷിക മൂല്യം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമുഖങ്ങളൊന്നും പറയുന്നില്ല, ഞാൻ നേരെ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സദസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളും, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റസാഖാജി ഉൾപ്പെടെ, ഷമീർ ഫൈസി ഉൾപ്പെടെ ഒരുപാട് ഉസ്താദന്മാരും ഒരുപാട് പൊതുപ്രവർത്തകരൊക്കെ ഉണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളൊക്കെ പേരെടുത്ത് പ്രത്യേകം പറഞ്ഞതുപോലെ ഞാൻ പിന്നെ പറയുകയാണ്. നിങ്ങളുടെ ഒരു വലിയ സഹായം ഈ സ്ഥാപനത്തിനും ഈ പ്രസ്ഥാനത്തിനും ഉണ്ടായിരിക്കണം. അത് വളരെ കൽബി തട്ടിയാണ് പറയുന്നത്. എനിക്ക് അത് പറയാനൊരു റാഹത്തുണ്ടാവുള്ളൂ, മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇത്രയും വലിയ പ്രതിസന്ധിഘട്ടത്തിൽ നിൽക്കുന്ന ഈ ഒരു സ്ഥാപനത്തെ ഇങ്ങനെ നിങ്ങൾക്കൊരു സ്വീകരണം തന്നിട്ട് കണ്ടില്ല എന്ന് വെച്ചാൽ അത് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു നഷ്ടമെന്നല്ലാതെ പറയാനില്ല. ഞാൻ ഇവിടുത്തെ മദ്രസയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞത് വളരെ ഭംഗിയുള്ള വാക്കുകളിലാണ്. സംഘാടകർ എന്നോട് പറഞ്ഞത് ചങ്ക് പൊട്ടിയിട്ടാണ്. അവർക്ക് അതിന്റെ മുകളിൽ +2 വരെ മദ്രസയിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് രാത്രി വന്ന് മടങ്ങാനുള്ള സൗകര്യ സംവിധാനമല്ല നമ്മുടെ നാട്ടിലുള്ളത്. റോഡിലൂടെ നടന്നു വരാൻ കഴിയില്ല. ആ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളും കൂടി രാവിലെ വരാൻ പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരു സീറ്റിറക്കിയിട്ട് ചെറിയൊരു സംവിധാനം. എന്തേ നമ്മുടെ മദ്രസകൾ മാത്രം ഇങ്ങനെയായി പോകുന്നു? AC ഇല്ലാത്ത ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കേരളത്തിൽ കുറയാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ മാത്രം ഇപ്പോഴും നായക്കും പൂച്ചയ്ക്കും ഒക്കെ കയറാൻ പറ്റുന്ന രീതിയിൽ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും.
മഴ പെയ്താൽ ഇതുപോലെ ചോർന്നിരിക്കുന്ന മദ്രസകൾ, താൽക്കാലികമായി കെട്ടിയ ഒരു ഷെഡ് പോലെയാണ് നമ്മുടെ മദ്രസകൾ പലതും. അൽഹംദുലില്ലാഹ് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പഴയ അടിത്തറയും അടിക്കല്ലുമായ ആണിക്കല്ലുമായ നമ്മുടെ ഇത്തരം മദ്രസ സ്ഥാപനങ്ങളെ നിങ്ങൾ ദയവ് ചെയ്ത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നശിപ്പിക്കരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി. ഒരു 5 ആളുകളെ ഞാൻ ആദ്യം എന്റെ അതിലൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പറയാണ്. ഒരു 5 ആളുകൾ 25,000 രൂപ വെച്ച് ആ മദ്രസയുടെ മുകളിലത്തെ ഭാഗം പണിയുന്നതിന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കൊടുത്തുകൊള്ളാം. ഉസ്താദ് ധൈര്യമായി അത് പറഞ്ഞു. അതിനൊരു തുടക്കം മഴത്തുള്ളികൾ നമ്മുടെ ദുആഇന്റെ ഇജാബത്തിനൊരു കാരണമാകട്ടെ. ഈ വിനീതന്റെ കണ്ണുവേദനയും അതൊന്നും എന്റെ അതിനെ ബാധിക്കൂല. അത് ഞാൻ ഉറപ്പു പറയാം. ഉസ്താദുമാരുടെ ഗുരുത്വമാണ് എന്റെ കൈമുതൽ. എന്റെ ആരോഗ്യമോ എന്റെ കണ്ണോ എന്റെ ശബ്ദമോ ഒന്നുമല്ല. അൽഹംദുലില്ലാഹ് അത് ഇന്നും ഇതുവരെയും ഈ സെക്കൻഡ് വരെയും ഒന്നും പാഴാക്കാതെ കൊണ്ടു നടക്കുന്നവനാണ്. ഖ്വാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ ഒരു 10 പ്രാവശ്യം മനസ്സുകൊണ്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ടോ? എന്റെ കാര്യങ്ങളൊക്കെ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു വിശ്വാസം പറ്റി ഞാൻ പറയുന്നു. നല്ല റാഹത്തോടെ എനിക്ക് അത് തുടങ്ങാനും ഒരു സന്തോഷം എന്ന രീതിയിൽ ഈ സ്ഥാപനത്തിനല്ലേ, എനിക്കും നിങ്ങൾക്കും കൊണ്ടുപോകാനല്ല, നമ്മുടെ ആരുടെയും പള്ള വീർപ്പിക്കാനല്ല. ഇതൊരു പ്രതിസന്ധി ഘട്ടം. ആരും സഹായിക്കാനില്ലാതെ തകർന്നു വീഴാൻ പോകുന്ന ഒരു പ്രസ്ഥാനത്തിന് ഒരു കൈത്താങ്ങായി അൽഹംദുലില്ലാഹ് നമ്മുടെയൊക്കെ ശബ്ദമടയുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം ഇതാണ്. ഒരുപാട് ഇസ്ലാമിക് സെന്ററുകൾ ഉയർത്തിയെടുക്കുന്നതിനേക്കാളും ആഗ്രഹം ഇതുപോലെ തകരാൻ പോകുന്ന സ്ഥലത്തൊരു മദ്രസ ഒന്നുകൂടി മെച്ചപ്പെടുത്തലാണ്. അള്ളാഹു നമ്മുടെയൊക്കെ റൂഹ് പിരിയുന്നതിന് മുമ്പ് നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ ശബ്ദം കൊണ്ടും ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുഹമ്മദ് ഹാജി ഒടുവിൽ അല്ലേ, ഒടുവിൽ മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആള്, സാധാരണ ഒടുവിൽ എന്ന് പറയുന്ന ആൾ ഒടുവിൽ കൊടുക്കാനുള്ള ആളാണ്. പക്ഷെ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നു കുലു തക്ബീർ. ആരാണ് മുഹമ്മദ് ഹാജി? ഇവിടെ ഉണ്ടോ? അൽഹംദുലില്ലാഹ്. വരി, ഇങ്ങോട്ട് വരി ഹബീബേ, ഒന്ന് കണ്ടോട്ടെ, എല്ലാം റാഹത്താകട്ടെ. വേഗം ഞാൻ വാവ് തുടങ്ങാൻ പോവാ, നിങ്ങളൊന്ന് കണ്ടു. ഒരു 5 ആളൊന്നും ഒരു വറക്കത്തിന് പറഞ്ഞു ബിസ്മില്ലാഹ്. മുഹമ്മദ് ഹാജിയുടെ മകനാണിത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആ കുടുംബത്തിനല്ലാതെ മറ്റൊരാളുടെ മുന്നിൽ റബ്ബേ മരിക്കുന്നത് വരെ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് കൈവെക്കുന്ന ഒരു ഗതികേട് അല്ലാഹുവേ, ഈ പാവപ്പെട്ട സംഘാടകർ നിറഞ്ഞ മനസ്സോടെ അവർ ഗതികേടിനെ അവർക്ക് ഒരിക്കലും കൊടുക്കല്ല റബ്ബേ, ഒരിക്കലും കൊടുക്കല്ല റബ്ബേ. രണ്ടാമത്തെ ആളാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലുടുമ്പിൽ സെയ്ദ് ഇല്ലേ? ചിലപ്പോ ഈ പറയുന്ന ആളുകൾ ചിലപ്പോ 25,000 കൂടുതൽ കൊടുക്കാനുള്ളവരായിരിക്കും. ചിലപ്പോൾ സംഘാടകർ വിചാരിക്കും ഉസ്താദ് പറഞ്ഞതുകൊണ്ട് അവർക്ക് 25 ഒതുക്കി 1ഉം 2ഉം ഒക്കെ കൊടുക്കാൻ. അതൊന്നും എനിക്ക് വിഷയമല്ല. നിങ്ങൾ 5ഓ 10ഓ കൊടുക്കുന്ന അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരോട് ചോദിക്കുകയാണ്. കൊടുക്കുന്നതും കൊടുക്കാത്തതൊക്കെ അവരുടെ മനസ്സ്. അൽഹംദുലില്ലാഹ് കല്ലുടുമ്പിൽ സെയ്ദ് സാഹിബ് ഈ സദസ്സിലുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 25,000 രൂപയുടെ രണ്ടാമത്തെ ആള്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, പ്രഭാഷണത്തിലോട്ട് കടന്നതുപോലുമില്ല നാദാ, ആ പ്രിയപ്പെട്ട സഹോദരൻ അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാ ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കണോ തമ്പുരാൻ. സാധുവായ ഐശ്വര്യത്തെ പ്രധാന ഒരിക്കലും ദാരിദ്ര്യത്തിന്റെ ചുരു ഇറക്കപ്പെടില്ലറേ അവരക്കപ്പെടുക. ആളുകളാണ്. അൽഹംദുലില്ലാഹ്. അബ്ദുറസാഖ് ഹാജി കരിങ്കല്ലത്താണി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. പടച്ചവനെ, ആ പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിദേശ രാജ്യത്ത് പോലും ആ സഹോദരന്മാർ ഒരുപാട് കഷ്ടമുള്ളവരാണ്. ഈ സാധുവായ സഹോദരൻ അല്ലാഹുവേ, എല്ലാ അനുഗ്രഹവുമില്ല, ബർക്കത്തുമില്ല, സാമ്പത്തിക ഐശ്വര്യവും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹം ഇതിന് പകരം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഈ വിനീതന്റെ എല്ലാ മജ്‌ലിസിന്റെയും ബറക്കത്ത് കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. 3 ആളുകളായി. 2 ആള് വേഗം. എല്ലാ സ്റ്റേജിന്നേ ഉള്ളൂ. സദസ്സിൽ നിന്നൊരു ഉണർവിന് ഒരാളെന്ന് എഴുന്നേറ്റ് ഒരു ഉഷാറാവട്ടെ. ഒറ്റ ആളെങ്കിലും. മുസ്തഫ ഹാജി
കോളശ്ശേരി മുസ്തഫ ഹാജി മരിച്ചുപോയ ഉമ്മാന്റെ വാപ്പാന്റെ ഖബറിലേക്ക് 25,000 രൂപ. ഉസ്താദുവിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഈ പരിശുദ്ധ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണമല്ല. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉപ്പയുടെ ഖബറല്ലാഹു വിശാലമാക്കണേ തമ്പുരാനെ. സ്വർഗ്ഗം കൊടുക്കണമല്ല. എല്ലാ അനുഗ്രഹങ്ങളുടെ എല്ലാ ബറക്കത്തുകളും നീ കൊടുക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാ. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും പരലോകത്തെ ഏറ്റവും വലിയ നേട്ടങ്ങൾ അല്ലാഹു കൈവരിക്കാൻ അവർക്ക് തൗഫീഖ് കൊടുക്കട്ടെ. 4 ആളായ 3 ആളായ മുഹമ്മദ് കോയ മരിച്ചുപോയ ഉപ്പാക്കുമ്മാക്കും വേണ്ടി 25,000 രൂപ ഒരാൾ കൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. പഠിച്ചവരെ മുഹമ്മദ് കോയ എന്ന പ്രിയപ്പെട്ട സഹോദരനെ അനുഗ്രഹിക്കണേ അല്ല. ആ സഹോദരനുള്ള ബറക്കത്തും കൊടുക്കണേ അല്ല. ആ സഹോദരന്റെ ഉമ്മ ആ സഹോദരന്റെ ഉപ്പ രണ്ടുപേരും ഖബറിലാണ്. നാഥാ അവരുടെ ഖബറുകൾ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ മദീന അല്ലാഹുവേ അവസാനമാണ് ആഗ്രഹിച്ചുകൊണ്ടല്ല ആ പ്രിയപ്പെട്ടവർക്ക് എല്ലാ ഖൈറും ബറക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. തുടങ്ങല്ലേ പരിപാടി ഇൻഷാ അല്ലാഹ്. 11 മണി എന്നാലും കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് പോകണത്തോളം പോട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈ നാടിന്റെ ഒറ്റ ദിവസത്തെ പ്രോഗ്രാമേ ഉള്ളൂ ഇവർക്ക്. അതുകൊണ്ട് ക്ഷീണമുള്ളവർ ഉറങ്ങിയിരിക്കുന്നവരൊക്കെ ഒന്ന് ഉണർന്ന് ഈ വിഷയം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കുടുംബത്തിൽ ഒരു പെണ്ണില്ലാത്തവർ ആരുമില്ല. അബ്ബാസ് അല്ലേ മനച്ചിത്തൊടി അല്ലേ. അൽഹംദുലില്ലാ. അല്ലാഹു ആ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഖൈറും ബറക്കത്തും അല്ലാഹു ചൊരിഞ്ഞു തരട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഉദ്ദേശ ലക്ഷ്യം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. കുടുംബത്തിൽ പെണ്ണില്ലാത്തവർ ആരുമില്ല. എന്റെ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ട മക്കൾ എപ്പോഴും പറയും നമ്മുടെ വീട്ടിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ. ആരാ? അതവരുടെ ഉമ്മ. എന്റെ ഭാര്യ അല്ലെ. അത് തുടക്കത്തിലൊന്നും അത് തന്നെ പറഞ്ഞേക്കാം. വാട്സപ്പിലൂടെ എല്ലാവരും കണ്ടല്ലോ, റാഹത്തായില്ലേ. തന്റെ ഭാര്യയെ കണ്ടില്ല എന്നൊരു സങ്കടം മാറിയില്ലേ എല്ലാവർക്കും മാറി. 2-3 കന്നം തിന്നന്മാർ ഉദ്ദേശിച്ചപ്പോൾ അത്രയും വലിയ റാഹത്തുണ്ടായി. അൽഹംദുലില്ലാ. ഏതായാലും അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. കണ്ണ് വയ്യാതെ ഡോക്ടർ കൂളിംഗ് ഗ്ലാസ് വെച്ച് പ്രസംഗിക്കാനാ പറഞ്ഞു. ഞാൻ പ്രസംഗിക്കാത്തത് വേദന എടുത്താലും കുഴപ്പമില്ല, വാട്സപ്പിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഫോട്ടോ നാളെ വരുമല്ലോ, പേടിച്ചിട്ടാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമറിയിക്കുന്ന ഒരു നഗരമാണ്, ഒരു രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. ഒരുപാട് ഔലിയാക്കൾ, ഒരുപാട് പ്രമുഖരായ ആരിഫീകളൊക്കെ അന്യവിശ്രമം കൊള്ളുന്ന ഇറാഖ് എന്ന് പറയുന്ന പുണ്യസ്ഥലം. ആ ഇറാഖിലെ ബസറ എന്ന് പറയുന്ന പട്ടണത്തിൽ ഇസ്മായിൽ എന്ന് പറയപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ പിൻതലമുറക്കാരായി കുറെ ആൺമക്കളെ തനിക്ക് നിർമ്മിച്ചെടുക്കണമെന്നതാണ്. വിവാഹം കഴിഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ദിവസം മുതൽ ആ സഹോദരന്റെ മനസ്സിന്റെ ആഗ്രഹം തനിക്ക് ആൺമക്കൾ ഉണ്ടാകണമെന്നതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ തന്റെ ആൺമക്കളും ഉണ്ടാകാൻ പോകുന്ന ആൺമക്കളുടെ മഹത്വവും പദവിയും ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നു. പക്ഷേ ഇറാഖിലെ പട്ടണത്തിൽ നല്ല സന്തോഷത്തോടെ സൗകര്യത്തോടെ ഏറ്റവും വലിയ കച്ചവടക്കാരനായി ജീവിച്ച ഇസ്മായിൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന് ഒന്നാമത് ജനിച്ചത് സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു. ആ പ്രിയപ്പെട്ട സഹോദരൻ പൊരുത്തപ്പെട്ടു. ആദ്യം ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ രണ്ടാമത് ജനിക്കുന്നത് ആൺകുട്ടിയാകാമല്ലോ എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു. രണ്ടാമതും ജനിച്ചത് പെൺകുട്ടിയായിരുന്നു. മൂന്നാമത്തെങ്കിലും ആൺകുട്ടിയാകുമെന്ന് കാത്തിരുന്നു. മൂന്നാമത്തത് പെൺകുട്ടിയായി. നാലാമത്തെ ഒരു കുട്ടിയെ കൂടിയാണ്. നാലാമത്തെ കുട്ടികൾക്ക് എന്തായാലും ആൺകുട്ടിയാകുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി എന്ത് മരുന്നാവലിക്കേണ്ടത്, എന്ത് ചികിത്സയാ ചെയ്യേണ്ടത്, അത് മുഴുവനും ചെയ്ത് ജീവിച്ച ഇസ്മായിൽ എന്ന പ്രിയപ്പെട്ട സഹോദരന് നാലാമതും പിറന്നു വീണത് സുന്ദരിയാണ്, പെൺകുട്ടിയായിരുന്നു. പിറന്നു വീണപ്പോ ആ പെൺകുട്ടി പറഞ്ഞ നാലാമത്തെ
ദിവസം ബസറാപട്ടണത്തിൽ കൊള്ളക്കാര് പാവപ്പെട്ടവർ തിങ്ങി പാർക്കുന്ന കോളനി പ്രദേശങ്ങളെ പിടിച്ചടക്കാൻ തീരുമാനിച്ചു. അശ്വാരൂഢന്മാരുടെ മുകളിലേറിയിട്ട് കടന്നു വരുന്നു. പ്രിയപ്പെട്ട റാബിയ ഉൾപ്പെടുന്ന തന്റെ പ്രിയപ്പെട്ട 4 സഹോദരിമാർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് ഒരുപാട് പാവപ്പെട്ടവർ തിങ്ങി പാർക്കുന്ന ബസറയുടെ തെരുവേറുന്നു. എന്ന സഹോദരങ്ങളെ അശ്വാരൂഢന്മാരായ പല ആൾക്കാർ കടന്നു വന്ന് കുടുംബങ്ങൾ കത്തിച്ച് താരമാക്കി പ്രിയപ്പെട്ട മക്കളെ കഴിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നു. റാബിയ എന്ന് പറയുന്ന 4ാമത്തെ പ്രിയപ്പെട്ട ഇസ്മായിൽ എന്ന സഹോദരന്റെ 4ാമത്തെ പെണ്ണുമോളും തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരും ഓടി രക്ഷപ്പെടുകയാ. എവിടുന്നില്ലാതെ അശ്വാരൂഢന്മാര് പുറകെ രാക്ഷസന്റെ നിലവിളിയോടെ കടന്നു വരുമ്പോ വീട് മുമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട 4 മക്കളോടുകയാ. ഓടി 4 മക്കളും കൈവിട്ടുപോയി 4 ഭാഗത്തിലേക്ക് പോവുകയാ. റാബിയ എന്ന ഏറ്റവും ഇളയ പെണ്ണുമോട് നോക്കുമ്പോൾ തന്റെ ഇഷ്ടമാരെ കാണുന്നില്ല. ഒറ്റക്കാണ് താൻ മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഏകദേശം പ്രായമുള്ള റാബിയ എന്ന് പറയുന്ന പെണ്ണുമോട് വരാനവരത്തിനോട് ഒറ്റക്കോടിക്കൊണ്ടിരിക്കുകയാ. പിന്നാലെ നോക്കുന്ന അശ്വാരൂഢയുടെ ശബ്ദം കേൾക്കുമ്പോൾ തകർന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട പെണ്ണുമോട് ഓടി വെള്ളം താകിച്ചുകൊണ്ട് തകർന്ന് വീടുന്നു. വീണ്ടും എഴുന്നേൽക്കുന്ന വീണ്ടും ഓടുന്ന ധനാന്തരത്തിനൊരു ഒരു മരച്ചില്ലയുടെ താഴ്ഭാഗത്ത് കണ്ണുതി തള്ളിയപ്പോൾ ആശ്വാസത്തിന് വേണ്ടി ആ മരച്ചില്ലയുടെ താഴ്ഭാഗത്ത് റാബിയ എന്ന് പറയുന്ന 7 വയസ്സുള്ള പ്രിയപ്പെട്ട സുന്ദരിയായ പ്ലാനോദരം പോവുകയാവുകയാ. ആ വനാന്തരത്തിന്റെ ഉന്നതിയിലൂടെ കടന്നു വരുന്ന രക്തപട സംഘത്തിൽപ്പെട്ട ഏറ്റവും മോശമായി ചിന്താഗതിയുള്ള ഒരു സഹോദരനാ പ്രിയപ്പെട്ട 7 വയസ്സുള്ള മോള് വനാന്തരത്തിന്റെ ഉന്നതിയിലൂടെ പോട്ട് കിടക്കുന്നതിന്റെ പോകേണ്ട കച്ചവട സാധനങ്ങൾ കഴിച്ചു വരുന്ന വാഹനമാണ് നിർത്തുകയാവുകയാ. എന്നിട്ടവിടെ ഇറങ്ങുന്നു. 7 വയസ്സുള്ള കടന്നു കിടക്കുന്ന കുഞ്ഞുമോളെ വാരിയെടുക്കുന്ന വാഹനത്തിന്റെ കത്ത് നിൽക്കുന്നു. എന്നിട്ട് തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. തന്റെ ഭവനത്തിലേക്ക് പോകുന്ന ആ സഹോദരൻ നിൽക്കുന്നൊരു സുന്ദരിയായ ധാനാൻസുള്ള അഴകുള്ള സുന്ദരിയായ പ്രാർത്ഥിയാക്കിയ ഇവൾ വളർന്നു വന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസിന്റെ പ്രിയത്തോടും നല്ല കാറ്റുണ്ടാക്കാൻ കൊണ്ട് കഴിയുന്നതാ. ആ കുഞ്ഞുമോളെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. ഞാനിവിടെയാകുന്നത് തന്റെ പ്രിയപ്പെട്ട ഇസ്മായിലുള്ള ഉറപ്പ് നഷ്ടപ്പെട്ടുപോയി. തന്റെ സ്നേഹസമ്പന്നയായ നഷ്ടപ്പെട്ടുപോയി. തന്റെ പ്രിയപ്പെട്ട 3 പെണ്ണന്മാരും നഷ്ടപ്പെട്ടുപോയി. താനവിടെയാവുന്നിരിക്കുന്നതെന്നറിയില്ല. റാബിയായുള്ള പെണ്ണുമോള് വൈകുന്നേരമായ പ്രിയപ്പെട്ട പെണ്ണുമോളുടെ സംസാരത്തിന്റെ മാധുര്യം കണ്ടിട്ട് ഈ പ്രിയപ്പെട്ട പെണ്ണുമോള് ഇയാളെ അവിടുത്തെ ഏറ്റവും വലിയ കണ്ടുകച്ചവടക്കാരന്റെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാവുകയാ. അമ്മാറെന്നറിയപ്പെടുന്ന കണ്ടുകച്ചവടക്കാരന്റെ ഷാപ്പിലേക്ക് 7 വയസ്സുള്ള പെണ്ണുമോളെ കൊണ്ടുപോയി ഇയാള് പറയുന്ന ഈ പെണ്ണുമോളോട് പാട്ടുപാടാൻ പറയുകയാവുകയാ. 7 വയസ്സുള്ള പെണ്ണുമോള് ഷാപ്പിനകത്ത് പാട്ടുപാടിയപ്പോ കണ്ണുപിടിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഒരു മാനസികമായ സുഖം അനുഭവപ്പെടുകയാണ്. 7 വയസ്സുകാരി 8 വയസ്സുകാരിയായി 9 വയസ്സുകാരിയായി 10 വയസ്സുകാരിയായി കണ്ണുശാന്തിലെ ഏറ്റവും വലിയ പാട്ടുകാരിയായ റാബിയ എന്ന് പറയുന്ന ദൈവത്തെ മാറിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ അവസാനമാണെന്ന് പറയുന്ന കണ്ണുശാന്തിന്റെ മുതലാളികളുടെ പ്രിയപ്പെട്ട പെണ്ണുമോള് കച്ചവടം ചെയ്തുകൊണ്ടാൽ കച്ചവടക്കാരൻ പണം വാങ്ങി മടങ്ങി പോകുമ്പോ അമ്മാർ ആ കണ്ണുശാന്തിന്റെ മുഴുവനടിയുടെ ജോലികൾ റാബിയ എന്ന പെണ്ണിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാവുകയാ. റാബിയ എന്ന പെണ്ണുമോളെ ശരീരം കളഞ്ഞു തുടങ്ങിയപ്പോൾ ആ ഷാപ്പിന്റെ കത്ത് നൃത്തം ചെയ്യാൻ നിർവഹിക്കുകയാവുകയാ. റാബിയ എന്ന പെണ്ണുമോളുടെ മനസ്സിന്റെ കത്ത് സങ്കടം വന്നു തുടങ്ങി. ഒരർത്ഥമില്ലാത്ത ജീവിതത്തിന്റെ ഉടമയായിരുന്ന പെൺകുട്ടിയാകുന്ന ജീവിതം മാറുമോ? നോക്കുമ്പോൾ തന്നോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന അബദ എന്ന് പറയുന്ന പരിസാരതയായ ഒരു പാവപ്പെട്ട സാധുവായ സഹോദരിയുണ്ട്. ആ സഹോദരി ആൾക്കാരാകുമ്പോൾ മുസ്ലില്ലാതിരിച്ച് നമസ്കരിക്കുന്നത് കണ്ടപ്പോ റാബിയ ചോദിച്ചു, പെണ്ണെ നിനക്ക് ഇവിടുന്നാണ് ഇതൊക്കെ പഠിക്കാൻ കഴിഞ്ഞത്? ആരാണ് ഇത് പഠിപ്പിച്ചിരുന്നത് എന്ന് ചോദിക്കുന്നു. അവന് പറയുകയാണ്, ആരോടും പറയാതെ രഹസ്യമായി എന്നോട് പിറകെ കടന്നു വരാൻ നല്ല ധാടിയുള്ള സുധാരത്താനുള്ള ഈമാനിന്റെ പ്രകാശം ധാരിക്കുന്ന മഹാനായ ഒരു സൂഫിയായ മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം. ആ പർവ്വത പരിമളപുരം ഒരു മനുഷ്യനും ഒരുപാട് ആളുകൾക്ക് ക്ലാസെടുത്ത് കൊടുക്കുന്നുണ്ട്. അതിയായി കുഞ്ഞുമോൾക്ക് ശരിയായി ആകാശകര പടത്തിനെക്കുറിച്ച് ഭൂമിയെ പഠിച്ചതിനെക്കുറിച്ച് ഭൂമിയുടെ ആളുകല്ലുകളായ നിറഞ്ഞു നിൽക്കുന്ന പർവ്വത സമാനങ്ങളെ മുഴുവൻ ശക്തിക്ക് സംഗ്രഹിച്ച് സംഭരിച്ചുകൊണ്ടിരിക്കുക. സംഹാരകർത്താവായ പടച്ചതമ്പുരാന്റെ അടുത്തത്തിലേക്ക് പോകാൻ കിട്ടുന്ന ഒരു സുവർണാവസരം ഞാനൊരു മാതൃകയാക്കി കളയുക. അവനെന്ന് പറയുന്ന പരിചാരകർ പറഞ്ഞു കൊടുത്ത വലിയടയാളങ്ങൾ മനസ്സിലാക്കി ആ സൂഫിയാന മനുഷ്യന്റെ മുമ്പിലേക്ക് പോയിരുന്നതിന്റെ റാബിയ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ പഠനങ്ങൾക്ക് കാതോർക്കുകയാവുകയാ. അള്ളാഹുവിനെ കുറിച്ചുള്ള ആ പഠനങ്ങൾ
നമുക്ക് കാതോർക്കുകയാണ്. അന്നുവരെ കല്ലിന്റെ കത്ത് തെറ്റുകൾ മാത്രമാണ്. അന്നുവരെ അള്ളാഹുവിനെ കുറിച്ച് ആദരവോടുകൂടി ഒരു വാക്കുപോലെ റാബിയാക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ സൂഫിയാന്റെ മനുഷ്യന്റെ പഠന ക്ലാസ് കൊടുത്ത് റാബിയാക്കിന്റെ ഷാപ്പിലേക്ക് നടന്നുകൊണ്ട് ചിന്തിക്കുകയാണ്. അള്ളാഹു റബ്ബിൽ ലഭിക്കുന്ന ജീവിതത്തെ അന്യ പുരുഷന്മാരുടെ മുന്നിൽ അഴിഞ്ഞാടുവാനും പാടുവാനും നൃത്തം ചെയ്യുവാനും ഞാൻ ഇനി ഉപയോഗിക്കാൻ പാടില്ല. ഇന്നു മുതൽ ഞാൻ അറിവുള്ളപ്പോഴാണ്. അതുകൊണ്ട് ഷാപ്പിലേക്കാളുകൊണ്ട് പാട്ട് പാടാൻ വരാത്തത് കൊണ്ട് കാശ് കൊടുത്ത് നിങ്ങൾ ഞാൻ വാങ്ങിയത് എന്നിട്ടുണ്ട് മുതലാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് കാട്ടുപാടുകളെ കുറിച്ച് ഒരു രാക്ഷസനെ പോലെ അമ്മാറെന്ന് പറയുന്ന മനുഷ്യൻ കടന്നു കൊണ്ട് റാബിയായും പ്രതികരിക്കുന്നു. റാബിയ പറയുന്നു, നിങ്ങളെന്ന് കൊന്നുകളഞ്ഞാലും അതിന് ഒരു വലിയ കാട്ടുപാടാനും കുറിച്ചുകൂടെ നിർബന്ധിക്കാനും നിങ്ങൾ ഷാപ്പിലേക്ക് ഞാൻ വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റാബിയ പാതിരാത്രി മുഴുവനും പറഞ്ഞ് ഒരു സംഗീതമെടുത്ത് തോട് പ്രവർത്തിച്ചുകൊണ്ട് അവരെ എന്ന് പറയുന്ന സഹചാരിയായ കൂട്ടുകാരിയോട് സലാം പറഞ്ഞിട്ട് പറയുകയാണ്. അള്ളാഹുവിന്റെ പൂർണ്ണമായ പെരുമടത്തിലേക്ക് ഞാനിതായിരുന്നാകുകയാണ്. എന്നെ നോക്കാനും എന്നെ സംരക്ഷിക്കാനും എന്നെ നിയന്ത്രിക്കാനും എന്റെ റബ്ബ് മാത്രമാ. എനിക്ക് യജമാനന്മാരില്ല, മുതലാളിമാരില്ല, നേതാക്കന്മാരിലും പറഞ്ഞുകൊണ്ട് ആ പരിഗണിപ്പോയ റാബിയായി എന്ന് പറയുന്നത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മണ്ണാർക്കാട് മനോഹരമായ സംഗതിയും വലിയ മനോഹരമായ ശരിയെന്ന മടത്തുള്ളുകളെ പരമാവധി തോൽപ്പിച്ചുകൊണ്ട് ഓടിയെത്തിയ സ്നേഹസമ്പന്നരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട റാബിയാണ് ഇന്ന മഖാമിൽ റാബിയത്തുള്ളതിയാണെന്ന ഏറ്റവും വലിയ താരകമായി പ്രകാശത്തിന്റെ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലുഷാമിലെ പാട്ടുപാടാൻ പഠിച്ച റാബിയാരെങ്ങനെയാണ് റാബിയത്ത് വലിയ എന്ന പേര് പറയുന്നു. പറയുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു റബ്ബിനെ സത്യത്തിലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിന്തിച്ചിരുന്നു. അന്നുമാരുടെ മനസ്സിനെ ബഹുമാനമായി പാട്ടുപാടാൻ നൃത്തം ചെയ്യാൻ എന്ന സുന്ദരിയായ പെൺകുട്ടി ഒരുങ്ങിയിറങ്ങിയപ്പോ തന്റെ ജീവിതത്തെ അല്ലാഹുവിലേക്ക് പറഞ്ഞു വിടണമെന്ന ഏറ്റവും വലിയ മെസ്സേജ് മനസ്സിന്റെ കിട്ടിയപ്പോ ഞാനിങ്ങനെ നടന്നാ പോരാ, പ്രത്യേകന്റെ പടിമുടിയിൽ വീണ് കൈകാര്യം ചെയ്താ പോരാ. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഉടമവനുകയായി മാറണമെന്ന സ്വന്തം തീരുമാനമെടുത്തതിന്റെ പേരില് ആ പ്രിയപ്പെട്ട പൊന്നുമോനോ അല്ലാഹുവേ പരസ്യത്തിലേക്ക് പോകുന്നു, ഈജിപ്തിലേക്ക് പോകുന്നു, നേപ്പാളിലേക്ക് പോകുന്നു. ലോകത്തൊരുപാട് മഹാന്മാർ സഞ്ചരിച്ചു പോയ അത്തരം പുണ്യസ്ഥലത്തേക്ക് പോകുന്നു, മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്നു. റാബിയത്തുൽ മക്കാമ പോകൽ പതിവാണ്. അല്ലാഹുവേ, ഒരു മരത്തിന്റെ ചോട്ടിലുള്ള മക്കാമാണ്, ഒരു മരത്തിന്റെ ചോട്ടിലുള്ള മക്കാമാണ്. ആ മക്കാമിന്റെ കമ്പലത്തിലേക്ക് ചെറിയത് പുറത്തുകൂടി കാലത്തിലുള്ള കത്ത് കൊല്ലുമ്പോ കാലിന്റെ പാദത്തിലുള്ളതിൽ ഒരു കുളിമയാണ്. ആ കുളിമ എന്നറിയോ വികാരവികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിമളത്തിലേക്ക് തന്റെ ജീവിതം മാറ്റിവെച്ചാൽ റാബിയായ പ്രിയപ്പെട്ട മഹതിക്ക് അല്ലാഹു കൊടുക്കുന്ന സാരവാ എന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന പെണ്ണ്. എത്ര പറഞ്ഞു കേട്ടാലും എത്ര പ്രസംഗം കേട്ടാലും മനസ്സിന്റെ ഉള്ളറയിൽ അല്ലാഹുവിന് കൊടുക്കേണ്ടുന്ന സ്ഥാനത്ത് നാവുകന്മാർക്ക് സ്ഥാനം കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന പെണ്ണുകളെ, നിന്റെ ഭാര്യയാകട്ടെ, നിന്റെ ഉമ്മയാകട്ടെ, നിന്റെ പെണ്ണുകളാകട്ടെ, നിന്റെ സഹോദരിയാകട്ടെ, നിന്റെ കുഞ്ഞുമോളാകട്ടെ, അവർക്ക് അതിനുള്ള അവസരം തുറന്നു കൊടുക്കുക. പ്രിയപ്പെട്ട നമ്മളെ അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വലിയ പദ്ധതിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ എത്തിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആയിരക്കണക്കിന് പുസ്തകത്തിന്റെ കടലാസ് തീരുന്നത് പോലെ ഒരുകണക്കാറ് പെൺകുട്ടികളുടെ ഡൽഹിയിലല്ല, കേരളത്തിന്റെ എല്ലാ മണ്ണാർക്കാടിന്റെ തെരുവേലന്റെ വലിച്ചീരിയിലേക്കറിഞ്ഞാലും ഞാനും നിങ്ങളെ താമസിക്കുന്ന വീട്ടിന്റെ കത്ത് നമ്മുടെ പ്രിയപ്പെട്ട പെണ്ണന്മാര് ആരെന്നറിയാതെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണുപോലെയാണെന്ന് തിരിച്ചറിയുമ്പോ ക്ലാസുകളെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോ പെൺകുട്ടികൾ അഭിഗമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓണാഘോഷത്തിന്റെ പേര് പറയുന്നത് സ്ത്രീയുടെ ശരീരത്തിലൂടെ വാഹനത്തിന്റെ കയറുകൾ കയറിയിറങ്ങുന്നു. നൂറുകണക്കിന് യുവമാരമാർ കൊന്നെടുക്കുന്നു, നൂറുകണക്കിന് കൊന്നെടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടായി സമുദായത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെയായി പോകുന്നത്? നിങ്ങൾ പറയും
അറിയില്ലേ? ഏത് ഉസ്താദ് പ്രസംഗിച്ചാലും പെണ്ണിനെ കുറിച്ചാ, ഏത് ഉസ്താദ് നാല് പറഞ്ഞാലും പെണ്ണിനെ കുറിച്ചാ, ഏത് ഉസ്താദ് കിടന്നുകൊണ്ട് ചരിത്രം പറഞ്ഞാലും സ്ത്രീകളെ കുറിച്ചാ. ഉസ്താദുമാരുടെ പ്രശ്നമല്ല, കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ വിടുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് എന്തെന്നറിയോ? സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. നിങ്ങളാണ് സൂക്ഷിക്കേണ്ടതെന്നറിയോ? ഭക്തനെ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അലമാരങ്ങളെ കിടച്ചു നിൽക്കാറില്ല. പിന്നെ എന്നരാ നിങ്ങളെ സൂക്ഷിക്കേണ്ടതെന്നറിയോ? എന്റെ രക്ഷകനെന്നറിയോ? ഏത് നിയമസഭയിൽ എന്തൊക്കെ നിയമം പാസാക്കിയാലും എത്രയാണ് നിരാഹാരങ്ങളാലും എത്ര സഹോദരിമാര് സ്വന്തം സ്വാതന്ത്ര്യത്തിൽ നിന്ന് കാലമൂത്ര പ്രഭാഷണം നടത്തി പാർലമെന്റിന് പട്ടിക കിടന്നാലും എന്റെ പ്രിയപ്പെട്ടവര് ഏതൊക്കെ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്ത് വന്നാലും ഏതൊക്കെ മതസംഘടനകൾ രംഗത്ത് വന്നാലും എന്റെ രക്ഷ നൂറ്റാണ്ടുകളാകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ രക്ഷപ്പെടണമെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും വലിയ നിലകിടണമെങ്കിൽ ഈ സ്വാലിഹത്തായ നന്നാകണമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അതല്ലാതെ വേറൊരു ക്വാളിറ്റി അതിനില്ല. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനിലേക്ക് നമ്മുടെ സഹോദരിമാരെത്തുവോ ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് വിജയമാണ്. ഏറ്റവും നല്ല സോലിഹായ ഒരു പെണ്ണ്, സോലിഹത്തായ ഒരു പെണ്ണ്. ദുനിയാവിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു അതാണ്. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിൽ വിജയിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിലും സോലിഹയാണെന്ന്. ഇത് ആകുന്നതിന് എന്തൊക്കെയാ തടസ്സം? അത് മുഴുവനും നമ്മുടെ നാട്ടിലില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ കണ്ണീരൊഴിപ്പിക്കലിൽ ഒരു അർത്ഥമുണ്ടാവില്ല, ഉറപ്പാണ്. എത്രയോ സഹോദരിമാരുടെ അവസ്ഥ നമുക്കറിയാം. നല്ല കറകളഞ്ഞ ഈമാൻ ഉണ്ടാക്കിയെടുക്കും. അതിന് എന്ത് നഷ്ടം വരട്ടെ സഹിക്കാൻ തയ്യാറാവും. അതിനെന്തൊക്കെ ആ ചരിത്രങ്ങളെ പറയാൻ പോകുന്നത്. ഒരു ത്യാഗം തന്നെ ചെയ്യണം. ഇനി മണ്ണാർക്കാട് ചൈനവീതിയുടെ ഭാഗത്ത് ഒരു പെണ്ണ് തന്റെ പ്രിയപ്പെട്ട കാമുകനെ ഫോൺ വിളിക്കരുത്. ഇനി ഒരു പെണ്ണ് ഒളിച്ചോടാൻ തീരുമാനിച്ച ആ തീരുമാനവുമായി മുന്നോട്ട് നീങ്ങരുത്. ഇനി ഒരു വീടിന്റെ ഉമ്മയും 90-ാം പക്കത്തിലും കയറാത്ത ചുരിദാർ കൊടുത്തിട്ട് കാമുകന്റെ കൂടെ കറങ്ങാൻ വേണ്ടി ഇറങ്ങുന്ന, ഇല്ലെങ്കിൽ മക്കളോടൊപ്പം അടിച്ചു പൊളിക്കുക എന്ന ഇക്കിളിപ്പെടുത്തുന്ന ചിന്തകളുമായി ഇറങ്ങി പുറപ്പെടരുത്. കാരണം നമ്മുടെ കാലഘട്ടം അങ്ങനെയാ സഹോദരിമാരെ. 9 വയസ്സ് മുതൽ 90 വയസ്സുള്ള സ്ത്രീയാണോ അവർക്ക് രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് കാമക്കണ്ണുമായി കഴുകന്മാർ നിങ്ങളുടെ ശരീരത്തെ കുത്തിവലിക്കാൻ കാത്തിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ രീതിയിലൂടെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെങ്കിൽ എത്ര ദുരന്തങ്ങളാണ് അല്ലാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ദുരിതങ്ങളാണ്. നമ്മൾ എന്തിനാണ് സംഘടനയുടെ പരിസരത്തുള്ള ആർഎസ്എസ്കാരനെ കുറ്റപ്പെടുത്തുന്നത്? നമ്മൾ എന്തിനാണ് സംഘടനയുടെ പരിസരത്തുള്ള ഹൈന്ദവ സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കളെ കൊണ്ടുപോയി കാമം തീർക്കാനുള്ളവരാണ് അവരെന്ന് ഞാനും നിങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് എന്തിന്റെ പേരില? നമ്മുടെ പ്രിയപ്പെട്ട പെണ്ണന്മാര് ഒരുങ്ങിച്ചവഞ്ഞു പോയാൽ 90 വയസ്സുള്ള കിളവൻ പോലും അറിയാതെ ഒന്ന് ചിന്തിച്ചു പോകുമെന്ന് പീഡിപ്പിച്ചാലോ? അയാൾക്ക് അതിന് കഴിയില്ല. എങ്കിലും മനസ്സുകൊണ്ട് ചിന്തിക്കും ഒന്ന് ഒരുങ്ങിയാലോ എന്ന്. എന്തുകൊണ്ട്? നമ്മുടെ പെങ്ങന്മാരുടെ ഒരുക്കം അത്രയാ. നിങ്ങൾ ചിരിക്കണ്ട കേട്ടോ താത്തമാരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെഞ്ചിരിച്ചിരിക്കണ്ട. നിങ്ങളുടെ പോക്കറ്റിലെ കാശ് തന്നെയാണ് അവരിതൊക്കെ ചെയ്യുന്നത്. അല്ലേ? 2 മക്കളെയും കൊണ്ട് ഒളിച്ചോടിയതാത്ത, 3 മക്കളെയും കൊണ്ട് ഒളിച്ചോടിയതാത്ത ഇതൊക്കെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, നമ്മളാണ് ഇതിന്റെ ഉത്തരവാദി. കുടുംബനാഥനെന്ന് പറഞ്ഞാൽ ഓണാഘോഷത്തിന് വടംവലിക്കാൻ പോകാൻ മാത്രം പഠിച്ച പോരാ. കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ചാനലിന്റെ പൈസ കൊടുക്കുക, പള്ളിയിൽ നിന്ന് പിന്നെ കാശ് ചോദിച്ചു വരുമ്പോ മാസവരി കൊടുക്കുക, പത്രത്തിന് കാശ് കൊടുക്കുക, മക്കൾക്ക് ചെലവിന് കൊടുക്കുക. ഇതല്ല കുടുംബനാഥൻ. ഇതാണ് കുടുംബനാഥൻ എന്നാണ് പറഞ്ഞത്. അതല്ല കുടുംബനാഥൻ. നിന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ നരകത്തിൽ പോകാതെ കാത്ത് കൈവെള്ളം ഇടുന്നവനാണ് യഥാർത്ഥ കുടുംബനാഥൻ. നെഞ്ചുവിരിച്ച് വാത് കേട്ടുകൊണ്ടിരുന്ന പോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ ഭാര്യ, മക്കൾ, നാം നമ്മുടെ വീട്ടിൽ അവർക്ക് നരകത്തിന്റെ കുഴി കൊടുത്താൽ ആദ്യം പോകുന്നത് താടിയും തലപ്പാവും നിസ്കാരത്തലമൊക്കെ ഉണ്ടെങ്കിലും നീ ആദ്യം വീട്, എന്നിട്ട് നിന്റെ ഭാര്യയും മക്കളും വീടും. നീയല്ലേ അതിനവർക്ക് അവസരം കൊടുത്തിരിക്കുന്നത്? നീയല്ലേ അതിനവർക്ക് സംവിധാനം കൊടുത്തിരിക്കുന്നത്? എത്രയോ കാലമായി പ്രിയപ്പെട്ടവരെ എന്നിട്ട് എന്തേ നമ്മൾ ഇവരെ പഠിക്കാത്തത്? എന്തേ നമ്മൾ ഇവരെ മനസ്സിലാക്കാത്തതും? സമയമായില്ലേ പ്രിയപ്പെട്ട
പ്രാവശ്യം കടലിന്റെ തിരമാലകൾ കരയിലേക്ക് കടന്നു വന്ന പെങ്ങളെ ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാല് കേരളത്തിന്റെ 90% സ്ത്രീകൾക്കും മാരണമുണ്ടാവുകയാണ്. ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ കേരളത്തിന്റെ 90% സ്ത്രീകൾക്കും മാരണമില്ല. എന്തേ കാരണമെന്നറിയോ? അനാർബുദം ബാധിച്ചാറ് മാരകം മുറിച്ചുകളുള്ള ഒരു മാരകമായ അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ വരാൻ പോവുകയാണ്. എന്റെ പൊന്നുമോളെ, എന്തേ കാണുന്നില്ല പൊന്നുമോളെ, ഈ മനസ്സിലാകുന്നില്ല ചെറുപ്പക്കാര. ലോകത്തിലെ നാനാഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്ത ദുരിതങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ചോദിക്കുകയാണല്ലോ ഇപ്പോഴും ഈ ചാനൽ കണ്ട് കൈയെടുക്കുകയാണോ? ഇപ്പോഴും ഈ കോമഡി കണ്ട് പുരണ്ടിരിക്കുകയാണോ? എന്ത് ചെറുപ്പക്കാരോ? ഇപ്പോഴും സാമാജികളുടെ വിലപ്പെട്ട സമയം പള്ളിയുടെ തെങ്ങയിൽ നിന്നുകൊണ്ട് മണയും പ്രസാദം ഈ വർഷം പറഞ്ഞ് പള്ളിയിരിക്കുകയാണോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് കൂട്ടുകളുടെ പിന്നാലെ ന്യായം കണ്ടുകൊണ്ട് ഓടുകയാണോ? പൊന്നുമോളെ, അന്ന് ചോദിക്കുന്നു, നിനക്ക് സമയമായിട്ടില്ലേ? നിനക്ക് സമയമായിട്ടില്ലേ? നിനക്ക് സമയമായിട്ടില്ലേ? 20-23 വയസ്സ് പ്രായമായ പ്രിയപ്പെട്ട പെൺമക്കള് അല്ലാഹുവേ, ജീവിതത്തിലുള്ള സ്വർണ്ണം പോലും കാണാൻ അവസരം കൊടുക്കാതെ ആശയസൂലകപ്പെടുന്ന പോറ്റുപോട്ടം ചെയ്ത് സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുവരുമ്പോ ജീവിതത്തിന്റെ അർത്ഥമെന്തെന്നറിയാറ് ജീവിതത്തിലൊരു ചാരത്തിൽ വരുന്നതിനോട് വിട പറഞ്ഞതുപോലെ പെൺകുട്ടികൾ എന്റെ ചങ്ങലിൽ നിന്ന് വന്ന പെങ്ങളെ നിനക്ക് പാഠമാണ്. എന്റെ മണ്ണിൽ വന്ന പെങ്ങളെ നിനക്ക് പാഠമാണ്. അല്ലാഹു നിനക്ക് ക്യാൻസർ തന്നില്ലല്ലോ, അല്ലാഹു നിനക്ക് വിഷമങ്ങളൊന്നും തന്നില്ലല്ലോ, അല്ലാഹു നിനക്ക് പ്രയാസങ്ങളൊന്നും തന്നില്ലല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന പോലെ ജീവിതമോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന പോലെ ജീവിതമോ, 2 ചരിത്രത്തിലൂടെ 2 മഹതികളുടെ ചരിത്രത്തിലൂടെ അല്ലാഹു സമുദായത്തിന്റെ പെൺകുട്ടികൾക്ക് 4 ഗുണപാഠം കൊടുക്കുകയാ. പരിശോധനകളെ പഠിച്ചോ. നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടുത്താനുള്ളത് നിങ്ങളെ പല്ലിച്ച് കാണിക്കുന്ന സിനിമാകളികളല്ല, നിങ്ങളെ സീരിയൽ പൊട്ടിക്കറിയുന്ന നിങ്ങളെ സീരിയൽ താരങ്ങളല്ല. ആരാണ് നിങ്ങളെ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിചയപ്പെടുത്തുന്ന 2 മഹിളാരങ്ങൾ. ആ 2 ഉത്തമ കുഞ്ഞുങ്ങളിലൂടെയും 4 സ്വഭാവങ്ങൾ എന്റെ ചങ്ങലിൽ വീഴുന്ന പ്രിയപ്പെട്ട പെണ്ണന്മാർക്ക് തരികയാണ്. എന്റെ പ്രഭാഷണം കഴിയുമ്പോ ഈ 4 സ്വഭാവം തന്റെ ഭാര്യകളിലൂടെ ഒത്തിവെച്ചുകൊണ്ടല്ലാതെ കടന്നു പോകല്ലേ പെങ്ങളെ. ഈ ചങ്ങലിയിൽ ഔഷാറുവാക്കളിച്ചൊരു പ്രഭാഷണത്തിന് കടന്നു വരുമ്പോ സ്ത്രീകളെ കുറിച്ച് നീ പറയണ്ട. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുണ്ടല്ലോ, അവർ ഹത്താഹരാത്തിയിലേറിയിട്ട് വെറുക്കുന്നവരാണ്, അവർ സലാമത്തുന്നവരാണ്, അവർ മുഹാനവസ്കരിക്കുന്നവരാണ്, അവർ സഹജീവനെ വേക്കുന്നവരാണ്, അവർ ഭർത്താവിന്റെ പൊരുത്തം നേടുന്നവരാണ്, അവർ മക്കളെ മര്യാദയുടെ മഹിതമായ ആശയങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് വളർത്തുന്നവരാണ് എന്ന് പറയുന്ന ഇതൊരു സാഹചര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ആരെങ്കിലും കുഞ്ഞുമോളെ, കുഞ്ഞുമോളെ, ഈ മക്കളില്ലാത്ത, ഈ ഭർത്താവില്ലാത്ത, ഈ വാക്കുമില്ലാത്ത, ഈ ഉമ്മയില്ലാത്ത, ഈ ബന്ധമില്ലാത്ത, ഈ സ്വന്തമില്ലാത്ത ആരുടെ മണ്ണിന്റെ അകത്തറപ്പ് വലിക്കോ നരകത്തിന്റെ പാമ്പുകളുണ്ടല്ലോ. എന്റെ കുഞ്ഞുമോളെ, നിനക്ക് കരകയറാൻ പറ്റില്ല. രക്ഷയുടെ കവാടമില്ല തുറന്നു തരികയാണ് അല്ലാഹുവിന്റെ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ ശരീരത്തിന്റെ അകത്ത് 2 മഹറുകളുടെ ചരിത്രം പറയുകയാണ്. ആ ശരീരത്തിലൂടെ 4 ഗുണപാഠം എന്റെ പെങ്ങളെ, ഉത്തമ സ്ത്രീയാകുന്നതിനുള്ള 4 ക്വാളിറ്റി എന്റെ പെങ്ങളെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അല്ലാതെ ഇവിടെ വന്ന സഹോദരന്മാർക്ക് നമ്മുടെ ഭാര്യ, നമ്മുടെ പെണ്ണ്, നമ്മുടെ ഉമ്മ, നമ്മുടെ മോന് അവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കാനുള്ള മഹാഭാഗ്യം തരണമല്ലോ. അല്ലാഹു നാളെ ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങിപ്പോവും. എനിക്കും നിങ്ങൾക്കും ആ ഭാഗ്യം കിട്ടണം. നമ്മുടെ സഹോദരിമാർക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. ദുനിയാവെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ചിരിച്ചു കളിച്ച് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പോ അന്ന് കണ്ടത് തന്നെ സന്തോഷം. നമ്മളൊക്കെ വരുമ്പോ ഇതുപോലെ നാട്ടിലുള്ളപ്പോ ഇതുപോലെ സദസ്സിലൊക്കെ വരുന്നത് ഇതാണ് റസാഖ് ഹാജി കരിങ്കലത്താണ്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവിടുത്തെ സ്ഥാപനത്തിലേക്ക് അള്ളാഹു എല്ലാ ഐശ്വര്യം പൊരിഞ്ഞു കൊടുക്കട്ടെ. ഹൈടെക് ഹിഫ്ളുകളാണ് അവിടെ തുടങ്ങിയിരിക്കുക. അത്ര മോശമൊന്നുമില്ല. ജനങ്ങൾ കൊടുത്ത കാശിന്റെ അതേ പവറുള്ള സ്ഥാപനമാണ്. അപ്പൊ ഞാൻ മടങ്ങി വരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, 4 ക്വാളിറ്റി
ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അത്ര വലിയ പ്രയാസമൊന്നുള്ള കാര്യമൊന്നുമല്ല. സഹോദരിമാർ തീരുമാനിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല സഹോദരിമാരാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല അള്ളാഹുവിനെ അനുസരിക്കുന്ന പടച്ചവന്റെ കോടതിയിലേക്ക് നമ്മുടെ ഇവിടെ നിന്ന് മരണപ്പെട്ട് നമ്മുടെ റൂഹ് പോകുമ്പോ യാ അയ്യത്തുഹൻ നഫ്സുൻ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർദിയ, മലക്കുകളുടെ സ്വീകരണം തരുന്ന ഒരു മയ്യിത്താകാൻ കൊതിക്കണം സഹോദരിമാരെ, ആഗ്രഹിക്കണം. എന്തായാലും ഒറ്റയ്ക്കിൽ ഉണ്ടാവുള്ളൂ. കബറിന്റെ അകത്ത് വേറൊരു മനുഷ്യനുണ്ടാവൂല, സഹായത്തിന് പോലും ഒരാളുണ്ടാവൂല. സതി എന്ന് പറയുന്ന സമ്പ്രദായ ലോകത്ത് സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ ഭർത്താവിന്റെ ചിതയിൽ ചാടി ചത്ത കഥ ആർക്കെങ്കിലും പറയാൻ പറ്റും? നിർബന്ധിച്ച് തള്ളിയിടുകയായിരുന്നു. ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ഭർത്താവിന്റെ ഖബറിന്റെ അകത്ത് ഭാര്യ കൂടി ഇറങ്ങി കത്തുക എന്നത് സതി സമ്പ്രദായം നിലവിലുണ്ടായിരുന്ന കാലത്ത്. ഇന്നുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും പെണ്ണ് ചാടും. ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അടുത്ത ഭർത്താവിനെ തിരക്കിപ്പോ പിന്നെയാണ് ഈ ചത്തു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും റാഹത്തായി എന്ന് പറയും അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പോവാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ചാടിയ ഒരു സതിയിലെ സ്വന്തം ഇഷ്ടപ്രകാരം ചാടിയതല്ല. അതിന് പെണ്ണിന്റെ കബറിലേക്ക് ആണിനോട് ചാടാൻ പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ചാടുക. അങ്ങനെ ഒരു നിയമം വന്നാൽ നിർബന്ധിച്ചുകൊണ്ട് ആരെങ്കിലും തള്ളിയിടൽ മാത്രമേ നടക്കുള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരാണ് തന്റെ ജീവൻ ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി കൊടുക്കുക. അതൊക്കെ അപൂർവം ചില ചരിത്രങ്ങളിലോ സംഭവങ്ങളിലോ ഒക്കെ ചില പത്രമാധ്യമങ്ങളിലൂടെ ഇങ്ങനെയൊക്കെ കേൾക്കാതെ കേട്ടു പോകുന്നത് മാത്രമേ. അതിലൊന്നും സത്യത്തിൽ ഒരു യാഥാർത്ഥ്യമില്ല. അപ്പൊ പിന്നെ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ത്യാഗം ചെയ്യുന്നത്? നിങ്ങൾ പറയും നിസ്കരിക്കുന്നില്ല, മക്കളെ നോക്കണം, നോമ്പ് പിടിക്കുന്നില്ല, മക്കളുടെ കാര്യമാ, ഭർത്താവ് ഗൾഫിന്ന് വന്നു അതുകൊണ്ട് എനിക്ക് വിവാഹത്തിന് നടക്കില്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ പറയുന്ന ആരെങ്കിലും എന്റെ ഉമ്മാക്ക് അതിന് പകരം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഒരാള് ഒരാളും ഉണ്ടാവുള്ളൂ. ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ. ചെയ്തത് മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ. അത് വ്യഭിചാരമാണെങ്കിൽ, കണ്ണുകുടിയാണെങ്കിൽ, പലിശയാണെങ്കിൽ, പ്രസാദാണെങ്കിൽ, ദീപത്താണെങ്കിൽ, വിവാദത്താണെങ്കിലും, ആരാധനയാണെങ്കിലും, സൽക്കർമ്മമാണെങ്കിലും, നിക്കറാണെങ്കിലും, സുലത്തയാണെങ്കിലും ഏതാണോ ചെയ്യുന്നത് മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന രണ്ട് ചരിത്രത്തിൽ ഒന്നാമത്തെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ആഘാതന്റെ ഭാര്യയെക്കുറിച്ചാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ആഘാതന്റെ ഭാര്യയെക്കുറിച്ചാ പറയുന്നത്. പിന്നെ ഗുണപാഠത്തിന് വേണ്ടി ഖുർആൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകത്തെ ഏറ്റവും വലിയ ഭാര്യയുടെ ചരിത്രം കണ്ടിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. എല്ലാ മനുഷ്യരിലും ആശയാബീവി താരകങ്ങളെ, കൊട്ടാരങ്ങളെ, സൗഭാഗ്യങ്ങളെ, സൗഹൃദങ്ങളെ, സന്തോഷങ്ങളെ, സല്ലാപങ്ങളെ, സൗഹൃദങ്ങളെ മുഴുവനില്ല പുല്ലുപോലെ മനുഷ്യർക്ക് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് പടച്ചതമ്പുരാന്റെ വിശ്വാസം നെഞ്ചിന്റെ അകത്ത് കാത്തു സൂക്ഷിക്കാൻ എല്ലാ മനുഷ്യരും പോലെ പുറവരുടെ പ്രിയപ്പെട്ടവളായ ആശയാബീവി റളിയല്ലാഹു തആല എന്റെ പെങ്ങളെ ഒരു സെക്കൻഡ് ചിന്തിക്കുക. എന്തേ നീ നമസ്കരിക്കാത്തൊരു ദുനിയാവിൽ സുഖം കൂടിയത് കൊണ്ടല്ലേ? എന്തേ നീ ദുനിയാവിലെ ഭൗതിക ലോകത്തിന്റെ രസം കൂടിയത് കൊണ്ടല്ലേ? ആ മനസ്സുകൊണ്ടമ്മ ചിന്തിക്കുക. ലോകത്തുള്ളവരെ ഒരു പെണ്ണിനെ കിട്ടാത്ത സൗഭാഗ്യമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദല്ലാഹിയാണ് കൊടുത്തത്. കാടിന് മുകളിലേക്ക് നോക്കിയാൽ കണ്ടെത്താത്ത ഏറ്റവും വലിയ കൊട്ടാരത്തിന്റെ ഉടമ എന്ത് പറഞ്ഞാലും നടത്തിക്കൊടുക്കുന്ന പരിചാരകകള് ആശയാദിയും അറിയിച്ചുകൊണ്ട് കയറി വരുമ്പോ ഏതുകണക്കിന് കോഴിമാരാണ് വെഞ്ചാമരം വീശിയിട്ട് പാട്ടുപാടി കൊടുക്കുന്നത്. ഏത് പെണ്ണിനാണ് ആ ഭാഗ്യം കിട്ടുക? ഏത് പെണ്ണിനാണ് ആ സൗഭാഗ്യം കിട്ടുക? പക്ഷേ ആശയാദി അല്ലാതെ കൊടുക്കുന്ന മേഖലകൾ അതൊക്കെയാണ്. അല്ലാഹു തിരിച്ചറിഞ്ഞപ്പോ ആദാമിന്റെ ഉദരത്തിനകത്ത് കേവലം ഒരു കുഞ്ഞിയായി കുറച്ചുവീണയിട്ട് രക്തം തന്നത്, മാംസം തന്നത്, ആരോഗ്യം തന്നത്, അവയവം തന്നത്, ജീവൻ തന്നത്, ജീവിതം തന്നത് റബ്ബുല്ലാലമീനാണ് പടച്ചവനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ എനിക്ക് നടക്കാനത് പറഞ്ഞെന്ന് അല്ലോ. ഈ പ്രപഞ്ചത്തിന്റെ നാടീകരണങ്ങളെ പോലും നിയന്ത്രിക്കുന്ന അല്ലോ ആ പടച്ചറപ്പാണെന്ന് മനസ്സിലായപ്പോ തന്റെ മുകളിലെ കൊട്ടാരപ്പാട് കൊല്ലുപോകുന്ന നിലയില്ലാതായി പോയി
പടച്ചവന്റെ മുമ്പിലുള്ള സൗഭാഗ്യങ്ങൾക്ക് കാലയുടെ വിലയില്ലാതായി പോയിപ്പോണേ. അത് മുഴുവൻ വലിച്ചെറിഞ്ഞിട്ട് അല്ലാതെ മാർഗത്തിലേക്ക് നീങ്ങിപ്പോയ ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. അവരവസാനം പറഞ്ഞ റബ്ബി ഇബ്നി എന്റെ ഏറ്റവും നല്ല കൊട്ടാരവും എന്റെ സൗഭാഗ്യവും ഞാൻ പിടിഞ്ഞു. പക്ഷേ എന്റെ ജീവിതത്തിലെ ആഗ്രഹം എന്തെന്നറിയോ? എന്റെ സ്വർഗത്തിൽ നിങ്ങൾക്കൊരു ഭവനം വരണമല്ലോ. ആസിയാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ ചരിത്രത്തിലൂടെ പിന്നെ ഒന്നാമത്തെ ഗുണപാഠം പഠിച്ചോ. 4 ഗുണപാഠത്തിലെ ഒന്നാമത്തെ ഗുണപാഠം ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഈ ചരിത്രത്തിലൂടെ പഠിച്ചോ. അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹ്. ഈമാൻ ഉറച്ചതായിരിക്കുക ഒന്നാമത്തെ ഗുണം. സഹോദരിമാരുടെ ഈമാൻ ഉറച്ചതാണോ അല്ലേ എന്നുള്ളതിന് ചെറിയ 1-2 ഉദാഹരണം മാത്രം മതി. വലിയ ചരിത്രമൊന്നും വേണ്ട. എപ്പോ തോറ്റു എന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ സഹോദരി ഒരു മുടി, ഈമാൻ ഉറച്ച ഒരു പെണ്ണ് ഒരു മുടി പുറത്തു കാണിക്കുക, ഭർത്താവിന്റെ റൂമിന്റെ അകത്തല്ലാതെ. ഇപ്പൊ ഇങ്ങോട്ട് പിടിക്കും എന്ന് പറഞ്ഞ് ഇപ്പൊ എടുത്ത് തലേ കൂടെ. ഇത് കുറെ കണ്ടതാണ്. ഒരു കാര്യമില്ല. ഈമാൻ ഉറക്കുന്നതാണ് തമാശയല്ല. 3 തുണ്ട് വെള്ളപ്പൊടി പറഞ്ഞ് പള്ളി പറഞ്ഞ് കൊണ്ട് നിൽക്കുമ്പോ ആരാ വരുന്നത്? ഗൗരവത്തോടുകൂടി പറയാം. ഇന്നത്തെ നമ്മുടെ കോലം, നമ്മുടെ കോലം നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സഹോദരിമാരുടെ വസ്ത്രധാരണം സങ്കടമുണ്ട്. സഹോദരിമാരെ സങ്കടമുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു അവസാനം പറഞ്ഞ ഏറ്റവും വിലപ്പെട്ട ഉപദേശത്തിൽപ്പെട്ടതെന്താണ്? വസിയത്തിൽപ്പെട്ടതെന്താണ്? എന്റെ മയ്യത്ത് പലകയുടെ പുറത്ത് നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പതിവാണ് അവിടെയുള്ളത്. അങ്ങനെ കൊണ്ടുപോകരുത്. എന്റെ മയ്യത്തിന് പോലും ജനങ്ങൾ കാണാൻ പറ്റാത്ത രീതിയിൽ പൊതിഞ്ഞു കിടക്കുന്ന മയ്യത്ത് പോലും തടിക്കഷണം കൊണ്ട് 4 ഭാഗവും മറച്ചിട്ടേ കൊണ്ടുപോകാവൂ എന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പിന്നാലെ ഇന്നത്തെ പുതിയ ചുരിദാർ എന്ന പെണ്ണിന് പോകാൻ പറ്റുമോ? എന്താണ് പാന്റിന്റെ പേരെന്താണ്? സുലൈമാനൊക്കെ അറിയോ? എന്താ പുതിയ പാന്റിന്റെ പേര്? എന്താണ്? നെസ്കോ? എന്താ ഷാവി? അവിടെ പറയാ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കട്ടാ. വെട്ടിൻസാ? ലെഗിൻസ് ഇല്ലേ? ലെഗിൻസ്. പുതിയ ലെഗിൻസ് അറിയിട്ടു. ഉസ്താദന്മാര് കേൾക്കണ നല്ലതാ. പാവപ്പെട്ടവർക്ക് അറിയില്ല. പെണ്ണുമ്പോൾ പറയും എനിക്ക് പെരുന്നാളിൽ ലെഗിൻസ് മതി. ചിലപ്പോൾ അറിയാം. ബേക്കറിക്ക് 2 ലെഗിൻസും ഒരു ഷാർജ ജ്യൂസ് എന്ന് പറയും. ചിലപ്പോൾ തുണിക്കട കിട്ടുന്ന സാധന. ഇതെന്തെന്നറിയോ? നമ്മുടെ മകളുടെ അല്ലെങ്കിൽ പെങ്ങളുടെ ഭാര്യയുടെ കാല് എത്ര വലുപ്പമുണ്ടോ, വണ്ണം എത്ര കട്ടിയുണ്ടോ അത്രയും കട്ടി പുറത്തറിയും. അതാണ് ലെഗിൻസ് എന്ന് പറയുന്ന പാന്റിന്റെ ശക്തി. തൊലിയുടെ നിറത്തിലുള്ളതുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നിന്റെ നിറമുണ്ടല്ലോ, ഈ നിറത്തിലുള്ളത് ടെക്സ്റ്റൈൽസ് പോയി ചോദിച്ചാൽ മതി. ഈ നിറത്തിലുള്ള ലെഗിൻസ് അത് തന്നെ തരും. അതിട്ട് കഴിഞ്ഞാൽ പാന്റ് ഇടാത്ത പോലെയാ. കാലം നല്ല പൈസ കൊടുത്തത് വാങ്ങാതെ മറ്റേ മാത്രം പോയാൽ പോലെ. ലെഗിൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ പറയാം. നമുക്ക് വലിയ അതിശയം തോന്നും. നിങ്ങൾക്ക് ഇങ്ങനെ ചിരിക്കും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോണ സാധനത്തിന്റെ കാര്യം പറഞ്ഞേ ചിരിക്കണ്ട. ഉമ്മാമാരൊക്കെ ലെഗിൻസ് എല്ലാം കഴിച്ചുകൊണ്ട് നടക്കും. ഇതെന്താന്ന് പറയുക സഹോദരിമാരെ? തീരാൻ പോണ പോക്കാണ്. ലാസ്റ്റാണ്. നമുക്ക് അള്ളാഹുവിനോട് ഒരു സ്നേഹവും ഇല്ല എന്ന് വിളിച്ചറിയിക്കുന്ന ഗൗരവമുള്ള ഒരു സമയമാണിത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെയാണ് നിങ്ങളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാന്ന് എനിക്കറിയില്ല. ഞാനെപ്പോഴും ഒരു അതിർവരമ്പ് വെച്ചിട്ടാണ് പറഞ്ഞത്. എങ്കിലും ചിലപ്പോൾ അത് കഴിയുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിപ്പോകും, സാർ അത്രയും കടുപ്പിച്ച് പറയേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ എപ്പോഴും പറയാം, സീരിയൽ പ്രഭാഷകനാണ്, സിനിമാ പ്രഭാഷകനാണെന്നൊക്കെ പറഞ്ഞ് ചില ആളുകളെന്നെ കുറ്റപ്പെടുത്തുമ്പോഴും എനിക്ക് അവരോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വീട്ടിന്റെ കത്തിന് പോലും നടക്കുന്ന കൊള്ളരുതായി എനിക്കെതിരെ പറയാ. ഈ പാവപ്പെട്ടവനല്ലാതെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ വേദനയോടെ ചോദിക്കുകയാണ്. എന്റെ മണ്ണാർക്കാട് സംഗതിയിൽ നിങ്ങൾക്കെങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഒരു അംശമെങ്കിലും കേൾക്കുന്നുണ്ടോ? മോളെ, എന്റെ പഠിക്കുന്ന ക്രിസ്ത്യന് പഠിക്കുന്ന ക്രിസ്തോന് പഠിക്കുന്ന പെങ്ങളെ, നമുക്ക് ആ വസ്ത്രം വേണ്ട പെണ്ണുമോളെ, അല്ലാഹുവിനെ സാക്ഷി നിർത്തി സദസ്സിരുന്നുകൊണ്ട് പറയണം, നമുക്ക് ആ വസ്ത്രം വേണ്ട പെണ്ണുമോളെ, നമുക്ക് ആ വസ്ത്രം വേണ്ട പെണ്ണുമോളെ.
അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കഫം മുഴുവനും പുഴയുന്നില്ല. തലയിലേക്ക് തിരിവലിച്ചിടുന്ന കാലുകളിലാകുക, കാലിലേക്ക് വലിച്ചിടുന്ന തലവലിയിലാകുക. ആരംഭം സൂചിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കാലിന്റെ ഭാഗം പുറത്ത് കൊണ്ടിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി കണ്ണുനീരോട് പറഞ്ഞുകൊണ്ടുവന്ന താൽക്കാരത്തിൽ വെച്ച് നിറച്ച് കവറിലേക്ക് സൗഭാഗ്യം വാരിക്കോരിക്കുന്ന മണ്ണാർ കാട്ടപ്പങ്ങളെ, അല്ലാഹു സമപരിപാടികൾ നിൽക്കുന്ന മണ്ണാർ കാട്ടപ്പങ്ങളെ, അല്ലാഹു സമപരിപാടികൾ നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ട കരുണീനികളെ, അല്ലാഹുവിനെ മറക്കല്ലേ മോളെ, അല്ലാഹുവിനെ മറക്കല്ലേ മോളെ. കുറച്ചു കാലം കൂടി കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ സർവ്വതരത്തിലാകുന്ന ഭദ്രമറങ്ങുമ്പോ എന്റെ പൊന്നുപോലെ അല്ലാഹു റബ്ബിൽ സത്യത്തിന്റെ അതാകുന്ന കാരണക്കാരായി ഈ സമുദായം മാറിപ്പോയില്ലേ. കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റോ? ഈ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഇവർക്ക് പറയുന്നതിനാണ് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാസകന്മാർ കുറിച്ചിരിക്കാൻ പറ്റോ? നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാ പറയുന്നത്. നിങ്ങളെ ഇപ്പം നിനക്കൽപ്പ സങ്കടം തോന്നുമായിരിക്കാം, സ്വല്പം പ്രയാസം തോന്നുമായിരിക്കാം, അത് ഞാൻ സഹിച്ചുകൊള്ളാം. പെങ്ങളെ എന്നെ ശ്രമിച്ചോ, എന്നെ കുറ്റപ്പെടുത്തിയോ, എന്നെ പരിഗണിച്ചോ. അല്ലാഹുവിന്റെ കോടതിയിൽ ചെയ്യുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിൽ ചെയ്യുമ്പോ പിന്നെ പൊന്നുമാളെ സങ്കടത്തോടു പറയുകയാണ്. അവരുടെ ആരുണ്ടാവില്ല മോളെ, അല്ലാതെ കോടതിയിൽ ആരുണ്ടാവില്ല പൊന്നുമോളെ. അവിടെയാണ് പ്രകാശത്തിന്റെ പ്രബലത്തിൽ തുണി പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്നത്. അല്ലാതെ കോടതിയുടെ രാജ്യത്തിന് വലിയ കടന്നുപോയതിന്റെ പിന്നാലെ അതിന്റെ പൊന്നുമോളെ കടന്നു പോകണ്ടേ, നമ്മുടെ മക്കളെ കൊണ്ടുപോകണ്ടേ, നമ്മുടെ ഭർത്താവിനെ കൊണ്ടുപോകണ്ടേ. നല്ല കുടുംബത്തിന് ഈ മാറുള്ള കുടുംബിനിയായി അല്ലാതെ കോടതിയുടെ അവാർഡ് ഏറ്റുവാങ്ങണ്ടേ പെങ്ങളെ. അതുകൊണ്ട് ഒന്നുകൂടി ഉറപ്പിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിയിലൊക്കെ കിട്ടിയിരിക്കുന്ന ഏലസൊക്കെ പലത് മാറ്റേണ്ടി വരും. ഏലസെന്ന് ഞാൻ പറഞ്ഞത് ഉസ്താദന്മാരെയും തന്ന രാത്രി മുദ്രൊഴികാരിക്കാനുള്ള ഏലസല്ല, മറിച്ച് മനുഷ്യദൈവങ്ങളുടെ ഫോട്ടോയുള്ള ചങ്ങലക്കെട്ടുകളാണ് നമ്മുടെ സഹോദരിമാരുടെ അരങ്ങാണത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. എന്തൊരു ഈമാന! മസ്തയ്ക്കും പർദ്ദയ്ക്കും ഒരു കുറവില്ല. മോളുടെ നാട് നോക്കിയിട്ട് ജ്വല്ലറിയിൽ പോയി സ്വർണ്ണമെടുത്തിട്ട് ആ നാളിനനുസരിച്ച് സ്വർണം കിട്ടിയാൽ പിന്നെ താരത്തിൽ വിള്ളലുണ്ടാവില്ല. ഇത് കണ്ടുപിടുത്തമാണ്. സ്വർണ്ണക്കടയിൽ പോയിട്ട് സ്വർണ്ണമെടുക്കുമ്പോൾ മോളെ നാളങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ നാളനുസരിച്ച് സ്വർണ്ണമെടുത്താൽ മോളെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവൂല എന്ന് പുതിയ കണ്ടുപിടുത്തം. അത് അനുസരിച്ച് ഒരാൾ സ്വർണ്ണമെടുത്താൽ അവൾ ഇസ്ലാമിന് പുറത്താ. കാരണം എന്താ? അവൾ അള്ളാഹുവിനുള്ള വിശ്വാസത്തെ മാറ്റിക്കഴിഞ്ഞു. നിങ്ങൾ പറയും മൊയ്ലാരെ കാലഘട്ടം പുരോഗമിച്ചതറിഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ ഈ പഴഞ്ചം വാളുകൊണ്ട് നടക്കാണോ ഒന്ന് ചോദിക്കൂലേ? ഈ പഴഞ്ചം കിട്ടാത്തതോർത്തുകൊണ്ട് റൂമിലിരിക്കുന്ന സമയത്ത് കൈകാലം പിടിക്കുന്ന ഒരു ഗതി വരും. അന്നാണ് ഇതിന്റെ വിലന്ന് അറിയുക. ഇപ്പൊ അതിന്റെ ഗൗരവം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ ദുനിയാവിന്റെ സുഖവും രസവും ആഡംബരമൊക്കെ വരുന്നതുകൊണ്ട് അതിന്റെ ഗൗരവം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആണുങ്ങൾക്കും അങ്ങനെ തന്നെ, സ്ത്രീകൾക്കും അങ്ങനെ തന്നെ, പുരുഷന്മാർക്കും അങ്ങനെ തന്നെ, യുവാക്കൾക്കൊക്കെ ഒരു തരം കളിയാണ്. വാലിന്റെ മജ്ലിസിൽ വരാന്ന് പറഞ്ഞ 2 ഓംപ്ലേറ്റ് കഴിക്കുക, 2 തട്ടുദോശ കഴിക്കുക, 2 താത്തയെ കാണുക, അസ്സലാമു അലൈക്കും റാഹത്തായി. ഇനി നാളെ കെബീറോട് അപ്പുറത്ത് അവിടെയും പോയി 10 വീസിനെ കാണും. ഇതല്ലേ ഇതൊക്കെ ഒരു തമാശയാണ്, ഇതൊരു കളിയാണ്. അതിനപ്പുറത്തേക്ക് നരകത്തിന്റെ നരകുകൊള്ളിയായി സ്വയം മാറുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ കൽഭകത്തുണ്ടാവണം. നമുക്ക് രക്ഷപ്പെടണം സഹോദരങ്ങളെ. ദുനിയാവിപ്പോ തീർന്നാൽ അള്ളാന്റെ കോടതി നമുക്ക് രക്ഷപ്പെടണം. ഈമാൻ ഉറപ്പിച്ചങ്ങോട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും തീരുമാനിക്കും. ഇന്നു മുതൽ സുബഹി ഒരിക്കലും ഈമാൻ ഉറച്ചവന് സുബഹിയുടെ സമയത്ത് കിടന്നുറങ്ങാൻ പറ്റൂല. ശൈത്താൻ വന്ന് മൂത്രമൊഴിക്കുന്ന
നല്ല സുഖമാണ്, നല്ല തണുപ്പാണ് ആ സമയത്ത്. ഒരു കാരണവശാലും എഴുന്നേക്കാൻ തോന്നില്ല, ഒരു കാരണവശാലും. എന്റെ ഒരു സുഹൃത്തുണ്ട് കൊളത്തൂരുള്ള അസീസക്ക, 10-70 ആളുകളെ സുബഹി നിസ്കാരത്തിന് വിളിച്ചുകൊടുക്കുന്ന ജോലിയാണ് മൂപ്പർക്കുള്ളത്. അവസാനം ഈ വിളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോടൊത്ത് മൂപ്പർക്ക് ഒരു ദിവസം കിടക്കാനുള്ള ഭാഗ്യം കിട്ടി, ഒരു 10-15 പേരോടൊത്ത്. അപ്പൊ മൂപ്പർ എന്ത് ചെയ്യുന്നറിയോ, സിയാറത്തിനൊക്കെ പോയപ്പോ കിട്ടി. അപ്പൊ മൂപ്പർ വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു 4 മണിക്ക് സ്ഥിരം എഴുന്നേറ്റ് തഹജ്ജുദിന് വിളിക്കുന്ന ഒരു 10-20 പേരുണ്ട്, സുബൈക്ക് വിളിക്കുന്ന. അങ്ങനെ അവരെ വിളിച്ചപ്പോ അവരുടെ പരിപാടി എന്താണെന്നറിയാം, മുമ്പ് തന്നെ കിടന്നിട്ട് മൊബൈൽ സൈലന്റ് ആക്കി സുഖം ഉറക്കാതെ മൂപ്പരിങ്ങനെ വിളിയാണ്. മൂപ്പർ ആ സമയത്ത് വല്ല ഖുർആൻ ഓതി എന്റെ പ്രതിഫലം കിട്ടൂലേ, വിളിയോട് വിളി. അപ്പൊ മൂപ്പർക്ക് ദേഷ്യം വരികയാണ്, റഹ്മാനെ ഞാൻ എന്നും മുമ്പ് വിളിക്കുമ്പോ ഇങ്ങനെ ആയിരിക്കുമല്ലോ അവസ്ഥ. യുവമാര് മൊബൈൽ ഇങ്ങനെ അനക്കുന്നില്ല, എല്ലാം കറക്റ്റ് നല്ല റേഞ്ചുള്ള സ്ഥലത്ത് സൈലന്റ് ആക്കി വെച്ചിരിക്കുക. മൂപ്പര് വിളിക്കുന്ന അവരറിയുന്നില്ല. സാധാരണ കാണുമ്പോൾ എന്താ പറയാ, ഇന്നലെ നിങ്ങൾ 4 മണിക്ക് വിളിച്ചാൽ അപ്പോൾ തന്നെ എഴുന്നിട്ട് നന്നായിരുന്നു. മൂപ്പര് വിചാരം ഞാൻ കാരണമായിട്ട് ഇവിടെ ഭയങ്കര ദീനം കൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഓർത്തു നോക്കിയ നിങ്ങൾ, മനുഷ്യന് കഴിയില്ല അല്പമെങ്കിലും പിശാച് കൽപ്പിനുള്ളവന് സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയില്ല. ഉറപ്പാണ്. നിങ്ങൾ ഈ സദസ്സിൽ എത്രയോ മജ്‌ലിസിൽ ലക്ഷങ്ങൾ കൊടുത്തവരുണ്ടാകും, എത്രയോ നേരം പുലരുന്നവരെ വാത് കേട്ടവരുണ്ടാകും, വാത് പറയുന്നവരുണ്ടാകും. അല്ലാഹുവിന്റെ ദീനിന്റെ ഏറ്റവും വലിയ കാവൽക്കാരാണ് നമ്മളെന്ന് പാലക്കാടും മണ്ണാർക്കാടും നീളക്കുന്നവരുണ്ടാകും. അല്ലാഹുവിന്റെ സുബഹി കിടന്നുറങ്ങുന്ന ഒരവസ്ഥ നിനക്കുണ്ടെങ്കിൽ ആണയിട്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൽബിന്റെ അകത്ത് ഇബ്ലീസ് പോയിട്ടില്ല, അവനുള്ളത് കൊണ്ടാണ് നടക്കുക. എത്ര സഹോദരിമാർ, ഈ സഹോദരിമാരൊക്കെ പറയാം അത് കുഴപ്പമില്ല, ളുഹറിന്റെ കൂടെ കൊണ്ട് നിസ്കരിച്ചാൽ മതി. പള്ളികളിലൊക്കെ ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ കുറച്ചാളുകൾ മാറിയെന്ന് നിസ്കരിക്കുക. നമ്മൾ വിചാരിക്കും ളുഹറിന്റെ സുന്നത്തൊന്നല്ല, 2ാമത്തെ റക്അത്താണ്. അവന്റെ സുബഹി അവന്റെ വാപ്പാക്ക് അവന് 1:45 അല്ലാഹു കൊടുത്തിരിക്കുന്നത്. ഇത് സ്ഥിരമുള്ളതാണ്. അബദ്ധത്തിൽ 1-2 ദിവസം നമ്മൾ ഉറങ്ങിപ്പോയതിന്റെ കാര്യമില്ല ഈ പറയുന്നത്, സ്ഥിരമുള്ളതാണ്. ഇവർക്ക് ബാക്കിയുള്ള നിസ്കാരത്തിന്റെ കാര്യം അള്ളാന്റെ അടുത്ത് ഇവർക്ക് കണക്കാണ്. ഇവരങ്ങനെ അള്ളാഹുവിന്റെ വെള്ളം പൂശണ്ട. സഹോദരിമാരോട് സങ്കടത്തോടുകൂടി പറയുകയാണ്, നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈമാനാണ് നമ്മുടെ ക്വാളിറ്റി. വസ്ത്രവും താടിയും ശരീരവും ഒക്കെ വരുന്നതിന് മുമ്പ് ആദ്യം ഈമാൻ എന്ന ക്വാളിറ്റി അള്ളാഹു നെഞ്ചിൽ നോക്കുമ്പോ ഭരതയ്ക്കകത്ത് നമ്മുടെ കൽബിന്റെ അകത്ത് ഈമാൻ ഉണ്ടോ എന്ന് അള്ളാഹു നോക്കുമ്പോ വട്ടപൂജ്യം എത്ര ആളുകൾക്ക് കിട്ടും, എത്ര ആളുകൾക്ക് കിട്ടും. MA യൂസേലി എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ ഇന്നിവിടെ സ്റ്റേജിൽ വന്നതിൽ പറയുന്നു, നാളെ സുബഹി നിസ്കാരത്തിൽ ജമാഅത്തിന് പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാർക്ക് 1 ലക്ഷത്തിന്റെ ചെക്കിനെത്തിനാണ് കൊണ്ട് തരാൻ പോകുന്നത് പറഞ്ഞാൽ ഭാര്യമാരെപ്പോഴും നിങ്ങളെടുത്ത് പറയുന്ന ഇന്ന് വീട്ടിൽ വരുന്ന പള്ളിയിൽ തന്നെ കിടന്നോളാൻ പറയും. ചെക്ക് മാറ്റിട്ട് വന്നാൽ മതി, റാഹത്തായിട്ട് ജമാഅത്തിന് നിസ്കരിക്കാൻ പൈസ കിട്ടും. ഇവിടെയാണ് നമ്മുടെ ഈമാൻ ആടുന്നത്. ഇത് തമാശയുള്ള കാര്യമല്ല, വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. നമ്മുടെ ഈമാൻ തലയിൽ കെട്ടിനകത്ത്, നമ്മുടെ കുപ്പായത്തിനകത്ത്, നമ്മുടെ കമീസിനകത്ത്, നമ്മുടെ തസ്ബീഹിനകത്ത്, നമ്മുടെ വാക്കുകൾക്കകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്നിരിക്കുന്ന ഈമാൻ ഉറച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ് ഓരോരുത്തരും. നിസ്കാരത്തിന്റെ കാര്യം നോക്കിയാൽ മതി, അവർക്ക് സമാധാനം കിട്ടൂല. മഹാനായ സലീമുൽ ഹല്ലാദ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. അല്ലാഹുവിന്റെ പള്ളിമിനാരത്തിലൂടെ ഹയ്യാന സ്വലാ ബാഗ് പറഞ്ഞുകഴിഞ്ഞാൽ സലീമുൽ ഹല്ലാദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം മോട്ടിച്ചു കൊണ്ടുപോവുകയാണ്. പിന്നെ ഒരു വെപ്രാളമാണ്. ആ ബഹുമാനപ്പെട്ടവർ ഇറങ്ങി ഓടുകയാണ്. കടയിൽ വന്നവർ ചോദിക്കുമോ, നിങ്ങൾ എവിടെയാണ്, ഞങ്ങൾ സാധനമാണവരല്ലേ? ആ ബഹുമാനപ്പെട്ടവർ പറയുന്നത് പടച്ചവൻ വിളിക്കുന്നു, നിങ്ങളുടെ വിളിയേക്കാൾ ഞാൻ മറുപടി കൊടുക്കുന്നു, എന്റെ റബ്ബിന്റെ വിളിക്കാണ്. പള്ളിയിലേക്ക് വരാൻ വിളിക്കുമ്പോൾ അനുസരിക്കാൻ വിളിക്കുന്നു. ദുനിയാവിന്റെ കാര്യത്തിലോടിയാ പിന്നെ വിശ്വാസിയെന്ന് പറയുന്നത് അർത്ഥമില്ലല്ലോ. സലീമുൽ ഹല്ലാദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ എന്റെ ചങ്ങലയിലെ പെങ്ങളെ തീരുമാനിച്ചോ എന്റെ ചങ്ങല ഈമാനോ തുറക്കട്ടെ പെണ്ണുമോളെ. ഈ തലമറക്കുന്നത് മണ്ണാർക്കാത്ത മുല്ലാത്തന്മാർക്ക് വേണ്ടിയിട്ടല്ല, ഈ തലമറക്കുന്നത് ചങ്ങലയിലെ മുന്നങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഈ തലമറക്കുന്നത് പ്രസവിക്കാൻ വരുന്ന ഒന്നാണ് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നത് മാത്രമല്ല, ഈ തലമറക്കുന്നത് ആരുടെ മുമ്പില, നിന്റെ മുമ്പിൽ അന്യരായി വരുന്ന മുഴുവൻ ചെറുപ്പക്കാർ നിന്റെ തലയുടെ ഒരു മുടി പോലെ കാണാൻ പാടില്ല പെങ്ങളെ. നിന്റെ പുഞ്ചിയവർ കാണുന്നു, നിന്റെ വാക്കുകളവർ കേൾക്കല്ലോ, നിന്റെ ശബ്ദമവർ ശ്രമിക്കല്ലോ, നിന്റെ സൗന്ദര്യമവർ കാണില്ലോ, അവർ നിന്നോടൊക്കെ സഹകരിക്കല്ലോ. വാട്സപ്പിലൂടെ ഉള്ളവയിലൂടെ എത്രയോ ഹറാമിയപ്പുകളോ എന്റെ പ്രിയപ്പെട്ട
അല്ലാഹുവേ പേടിയാവുകയാണ്. റബ്ബ് സത്യം പെങ്ങളെ എനിക്ക് പേടിയാവുകയാണ്. അല്ലാഹുവിന്റെ പഞ്ചപറമ്പിൽ നിന്നുകൊണ്ടുള്ള അവസരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുകയാണ്. അല്ലാഹുവേ സംഗീതങ്ങളെ പാവപ്പെട്ട സമുദായത്തിന് സഹോദരിമാരെ കാക്കണേറേ. അതിന്റെ അപ്പുറം നിലവിളിക്കാൻ ആരുമില്ല പെങ്ങളെ. വെള്ളമിരണമെന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ തിരിഞ്ഞു നോക്കാൻ അവിടെ അറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വളരെ വേദനയോടുകൂടി ഞാൻ ഓർമ്മപ്പെടുന്നത്, സഹോദരിമാരെ നിങ്ങൾ കുറച്ച് പ്രായം പിന്നിലിരുന്നാൽ നിങ്ങളുടെ മക്കൾ പോലും നിങ്ങളെ കൊല്ലാൻ നോക്കുന്ന കാലമാ. കുറച്ച് പ്രായം ചെല്ലുമ്പോൾ മക്കൾക്ക് പോലും നിങ്ങൾ വേണ്ടതാവും. അതുകൊണ്ട് ഈ ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹെ പിടിച്ചാൽ ആ സമയത്ത് അള്ളാഹുവെങ്കിലും കാണും. ഒരു ചെറുപ്പക്കാരൻ ഇപ്പൊ വാട്സപ്പിലൂടെ വൈറലായ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? തന്റെ പ്രിയപ്പെട്ട പ്രായം ചെന്ന ഉമ്മ എന്നും അയാൾ ജോലിക്ക് പോകുമ്പോ നല്ല സംരക്ഷണം കൊടുത്ത് കഞ്ഞിയൊക്കെ ബാക്കി വയലൊഴിച്ചു കൊടുത്ത് നല്ല നോക്കിയിട്ടാ പോവാ. പക്ഷെ ഇന്ന് രാത്രി ഇയാൾ ജോലി കഴിഞ്ഞ് വരുമ്പോ പ്രിയപ്പെട്ട മാതാവിന് ശരീരത്തിലൊക്കെ മുറിവുകളാണ്. എങ്ങനെ സംഭവിക്കുന്നു എന്നറിയില്ല. ഇയാൾ തന്റെ റൂമിനകത്ത് ഒരു രഹസ്യ ക്യാമറ വെച്ചു. ഉമ്മ കിടക്കുന്ന ബെഡിൽ ഒരു രഹസ്യ ക്യാമറ വെച്ചു. എന്റെ ഉമ്മാക്ക് മുറിവുകൾ പറ്റുന്നത് പിശാചിന്റെ ഉപദ്രവമാണോ എന്നറിയാൻ സങ്കടം വന്നു പോകും. പ്രിയപ്പെട്ടത് എന്താ, ഭർത്താവ് ജോലിക്ക് പോയ ഉടനെ ഈ പ്രിയപ്പെട്ട ഉമ്മയുടെ മരുമകൾ ഇവരെ ഉപദ്രവിക്കുകയാണ്. കത്തി കൊണ്ട് വെട്ടുന്നു, കമ്പുകൊണ്ട് കുത്തുന്നു, കട്ടിൽ നിന്ന് തലയിലേക്ക് തള്ളിയിടുന്നു. പ്രായാധിക്യത്തിന്റെ പടുമ്പുടിയും എല്ലും തോലുമായ പ്രിയപ്പെട്ട ഉമ്മയെ വാങ്ങിയെടുത്ത് കട്ടിൽ എറിയുന്നു. ഈ സമയം നിങ്ങളൊക്കെ വയസ്സാവില്ലേ? എല്ലാവരും എന്നും ഇങ്ങനെ 30-ലും 32-ലും 28-ലും തന്നെ ആയിരിക്കും തോന്നൽ വേണ്ട. പുരുഷന്മാരെക്കാൾ വേഗം പ്രായം ചെന്നവരാകും നമ്മുടെ സഹോദരിമാർ. ആരോഗ്യം കുറയും, ക്ഷീണിക്കും, ക്ഷയം വരും, രോഗം വരും, പെട്ടെന്ന് തളരും. അതാണ് നിങ്ങൾ ആ സമയത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. ഇനി വരാൻ പോകുന്ന മരുമക്കളും മക്കളും ഒക്കെ അങ്ങനെയാണ്. നമുക്ക് അല്ലാഹുവാണ് വലുത്, മക്കളെക്കാൾ, ഉമ്മയെക്കാൾ, കുടുംബത്തെക്കാൾ ഏറ്റവും വലുത് അല്ലാഹുവാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിലെ അല്ലാഹുവിനോട് സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുന്ന പ്രായത്തിനുമുണ്ട് ആവേശത്തോടെ സംസാരിച്ചത് ഈ മാസികാറിയുടെ പ്രിയപ്പെട്ട പൊന്നുമോള്. ആ ചരിത്രം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് കാര്യം പറയാനുള്ളത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ പ്രേക്ഷകനെ എന്റെ പ്രിയപ്പെട്ട മാസികാറിയുടെ ചരിത്രം കാണാൻ ഇസ്രായേലിന്റെ ഭാഗം നോക്കുമ്പോ ലമാഖാനത്തെ ദൈവത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഇസ്രായേലിന്റെ രാത്രി കൊണ്ടുപോയപ്പോൾ മനോഹരമായ സുഗന്ധമുള്ള ഒരു കബറിനെ കൊണ്ടുപോയി എന്ത് സുഗന്ധമാണ് പറഞ്ഞു നബിയെ, ഇതിൽ പെണ്ണിന്റെ കബറിന്റെ സുഗന്ധമാണ്, ഒരു പെണ്ണിന്റെ കബറിന്റെ അകത്ത് വരുന്ന സുഗന്ധമാണ്, ഒരു പുകലിന്റെ കബറിന്റെ അകത്ത് നിന്ന് പുറത്തു വരുന്ന സുഗന്ധമാണ്. അല്ലയോ പഠിച്ചുകൊള്ളുക, സുഗന്ധം വമിക്കുന്ന എത്രയോ കബറുകളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മളറിയുന്നില്ല. അല്ലാഹുവിന്റെ നരകത്തിന്റെ അതാപ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന എത്രയോ കബറുകളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മളറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലേ ഒരു പെണ്ണിന്റെ കബറാണ്. എന്ന പേരുള്ള ഒരു പെണ്ണിന്റെ കബറാണ്. എന്റെ ചെന്നതിന്റെ പെണ്ണുകൾ പഠിച്ചോ ശരിയാകാതിന്റെ കത്തിൽ വെറുതെ ഇരുന്ന പറ്റില്ല പെണ്ണുകളെ. ദുനിയാവിന്റെ രസകൂട്ടുകൾ വാരി കൊണ്ടോർപ്പിച്ചാ പറ്റില്ല പെണ്ണുകളെ. ആമപ്പെണ്ണിൽ കരിപുരട്ടിയുടെ റോഡിന് കടുകന്മാരെ നോക്കിക്കൊണ്ട് നടന്ന പറ്റില്ല പെണ്ണുകളെ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ആരാണ് മാസുക്കാർ? ഇതിന് പറഞ്ഞു കൊടുക്കുന്ന യാ റസൂലല്ലാഹ്. ആശുദ്ധ ഇസ്ലാമരം സ്വീകരിച്ചപ്പോ ആശുദ്ധാടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടില്ല. ആശുദ്ധാടെ പ്രിയപ്പെട്ട മക്കളെയും ആശുദ്ധായെ കൊല്ലാൻ വേണ്ടി അവർ തീരുമാനിച്ചു. ഇസ്ലാമിൽ മാറുന്നുണ്ടോ മാറുക? ആ മാസത്ത അല്ലാഹുവിനെ മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ ദുനിയാവിൽ ഒരു പെണ്ണിനും കിട്ടാത്ത സൗഭാഗ്യം ആ മാസത്താക്ക് കിട്ടുമായിരുന്നു പെണ്ണുകളെ. പക്ഷേ പരലോകത്തിൽ ചിന്തിച്ചു പോയപ്പോ ഈമാൻ ഉറച്ചുപോയതുകൊണ്ട് അല്ലാഹുവിന് സ്ഥാനം കൊടുക്കുന്ന മഹറയിലല്ല, മറുതയിലല്ല, മക്കളയിലല്ല, പ്രശ്നീകരല്ല, അല്ലാഹുവിന് സ്ഥാനം കൊടുക്കല് എന്റെ ഹൃദയാന്തരത്തിന്റെ ഉള്ളറയിലായിരുന്നതുകൊണ്ട്
മാഷുന്ന പെണ്ണ് പറഞ്ഞ് ഞാൻ എന്റെ വിശ്വാസത്തെ മാറ്റില്ല. ഞങ്ങൾ എന്തൊക്കെ വാഗ്ദാനം ചെയ്താലും എന്റെ പടച്ചോനെ ഞാൻ മാറ്റില്ല. കേവലം ഒരു ഐതിഹ്യത്തെ ചരിത്രം ഒരു പകല് സ്വർണ്ണാഭരണവും കിട്ടുമ്പോൾ നിസ്കാരം മരണ മണ്ണാർക്കാത്ത പെണ്ണേ കുറെ പണകൊണ്ട് വന്നപ്പോൾ ഒന്നൗലിക്കാതെ കത്തിച്ചുകളെന്ന പെങ്ങളെ മറന്നുപോയ പെങ്ങളെ ആശീർവാദമില്ലാന്ന് പറഞ്ഞ് മാറിപ്പോയ പെങ്ങളെ 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 ആശുക്കാരമില്ലാതെ ആരാമെന്ന് പഠിച്ചോ പെങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കത്തന്മാരും ഞാൻ മാറില്ല. നിങ്ങളെത്ര വിട്ടാകാരം ചെയ്താലും എത്ര സുഖം വരാമെന്ന് പറഞ്ഞാലും എത്ര സന്തോഷം വരുകയില്ലാതെ എനിക്കെന്ത് അല്ലാഹുവിനും എനിക്കെന്ത് പഠിച്ചവനും ഈ മണ്ണിൽ വന്ന പ്രിയപ്പെട്ട നിങ്ങൾക്ക് ബോധം കൊടുക്കണേ എന്ന് തിരിച്ചതിന് വേണ്ടി അവർ നിങ്ങൾ തെരുവിലെത്തുന്നതും പുരാനെ ഒരാവേശം വരുന്നത് നിന്ന് വിരിഞ്ഞുവരുന്നതും പുരാനെ പുറത്തു കൊടുക്കണേ അല്ല. പ്രിയപ്പെട്ടവരെ മാറാത്തതുകൊണ്ട് അവസാനം ഇസ്ലാമിന്റെ ശത്രുക്കൾ തീരുമാനമെടുത്ത് വിളച്ചു പറയുന്ന എണ്ണ അല്ലാഹുവേ അവർക്കിടയിൽ പാചകം ചെയ്യുമെന്നാലും ഒരു ചെറിയ എണ്ണത്തുള്ളിലൊന്ന് തട്ടിപ്പോയാൽ അതൊക്കെ വേദനയാണ് പെണ്ണേ, ബേജാറാണ് പെണ്ണേ. തിളച്ചു പറയുന്ന എണ്ണ പാത്രം കൊണ്ട് മാഷത്താടെ മുമ്പിൽ വെക്കുകയാണ്, അധികത്തിക്കുകയാണ്. മാഷത്താനോട് പറയുന്ന പെണ്ണേ എന്റെ 3 പുരോഗമനത്തെ മക്കളില്ലേ അല്ലാഹുവേ ചെറിയ കരയിലേക്ക് പോയ 2.5 വയസ്സുള്ള പ്രിയപ്പെട്ട കുഞ്ഞിനെ കണ്ടിട്ട് അറിയാതെ പൊട്ടിക്കരഞ്ഞു പോയതാണ് പഠിച്ചവനെ. ഈ സംവിധാനം എന്തുമാത്രം അനുഭവിക്കുന്നുവല്ല, ഈ സംവിധാനം എന്തുമാത്രം കഷ്ടപ്പെടുന്നുവല്ല. ആരൊക്കെ കളിക്കിയാലും ആരൊക്കെ ഇരിച്ചാലും ആരൊക്കെ കൊണ്ടാലും ചതഞ്ഞെറിയുന്ന പാവപ്പെട്ട പ്രിയപ്പെട്ട പിഞ്ചുമക്കളുടെ ജീവൻ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. അത് പല സ്ത്രീകളുടെ പെരുവേറുണ്ടാകട്ടെ, അത് മഹലിന്റെ നഗരത്തെ ഇസ്രായേലിന്റെ കാശ്മീരിന്റെ പെരുവേറുണ്ടാകട്ടെ, അത് സ്ത്രീയുടെ കടലിന്റെ വീരത്തിൽ കടഞ്ഞെറിഞ്ഞു പോയ 2 വയസ്സും 1.5 വയസ്സുമുള്ള പാവപ്പെട്ട ബാലന്മാരാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സഹിക്കാൻ പറ്റൂല. ലോകമുള്ള മനുഷ്യന്റെ മരണപ്പെട്ടില്ലാത്ത ഒരാളെ സഹിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട മാഷത്താന്റെ മൂത്തമോട് ആ മൂത്തമോടെ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വരുന്നതാണ്. മാറുമോ മാറുമ്പോ മാറുമോ മാഷത്തറിയുള്ള എണ്ണ പറയുന്നില്ല. 2ാമത്തെ മോഹ വിളിച്ചറിയുകയാണ് മാഷത്ത്. എന്റെ മോളോട് നിങ്ങളുടെ സ്നേഹമില്ലേ, എന്റെ മോളോട് നിങ്ങളുടെ ഇഷ്ടമില്ലേ? ആ പൊന്നുമോളെ വലിച്ചറിയാൻ പോവുകയാ, ആ പൊന്നുമോളെ വലിച്ചറിയാൻ പോവുകയാ. ആ മാഷത്താറുള്ളത് മുമ്പിൽ ആ പ്രിയപ്പെട്ട 2ാമത്തെ പൊന്നുമോളെ വലിച്ചറിയുകയാണ്. 3ാമത്തെ കുഞ്ഞിനെ പിടിക്കുമ്പോഴാണ് ചരിത്രം വിളച്ചുപോയത്. പ്രിയപ്പെട്ട ചോരയുടെ മണം മാറാത്ത മാളുകളിൽ വീട്ടില്ലാത്ത പൊന്നുമോളെ മാഷിക്കാതെ നെയ്യോട് ചേർത്ത് വെക്കുകയാണ്. ഇല്ലേ എന്റെ പൊന്നുമോളെ ഞാൻ തരൂല്ല, എന്റെ പൊന്നുമോളെ ഞാൻ തരൂല്ല. എന്റെ മണ്ണാർക്കാട് ചങ്ങലിയിൽ വന്ന സ്വന്തം മോളെ മാരണത്തിൽ വലിച്ചു കൊണ്ടുപോകുമ്പോഴുള്ള സങ്കടം നിനക്കറിയുമോ പെങ്ങളെ, സങ്കടം നിനക്കറിയുമോ പ്രിയപ്പെട്ടവരെ? പ്രിയപ്പെട്ട പൊന്നുമോള് ഏറ്റവും ഇളയ മകളെ തിളച്ചു പറയുന്ന എണ്ണ ഇനകത്തേക്ക് വലിച്ചെറിയുമ്പോ അല്ലാഹുവേ ആ ഉമ്മയുടെ മനസ്സൊന്ന് സങ്കടപ്പെടുകയാണ്, ആ ഉമ്മയുടെ മനസ്സൊന്ന് വിചിന്തിപ്പെടുകയാണ്. ആ സമയത്ത് ആ പൊന്നുമോള് ലോക ചരിത്രത്തിൽ ആദ്യമായ കുഞ്ഞ് സംസാരിക്കുകയാണ്. സംസാരിക്കാൻ സമയമായിട്ടില്ല, സംസാരിക്കുന്നതിനുള്ള പ്രായമായിട്ടില്ല. എങ്കിലും അല്ലാഹുവേ ആ മാഷത്താകുന്ന ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോള് സമാധാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരുന്ന ദുനിയാവിലെ പ്രിയണ്ടല്ലോ എത്ര ചെറുതാണെന്ന ഇതിനേക്കാളും വലിയ ചൂടാണ് നരകത്തിന്റെ ചേട്. അതുകൊണ്ട്
എന്റെ പൊന്നാരമ്മ ക്ഷമിച്ചുകൊള്ളുക, എന്റെ പൊന്നാരമ്മ ക്ഷമിച്ചുകൊള്ളുക. നാളെ സ്വർഗത്തിൽ നമുക്ക് കാണാമെന്ന് ശാന്തനത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് സംസാരത്തിന് കരുതുകളുണ്ട് സംസാരിച്ച പൊന്നുമോള് അവസാനം ആശുക്കാറുള്ളാകുന്നേ കൊല്ലുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ചോദിച്ചു വാശിപ്പോ എന്റെ ജീവിതത്തിലെ അവസാനത്തെ ആഗ്രഹം എന്താണ്? പെങ്ങളെ എത്ര കിട്ടിയാലും ആഗ്രഹം തീരാത്ത മനസ്സും കൊണ്ട് നടക്കുന്ന പെങ്ങളെ എത്ര തിന്നാലും എത്ര സുഖിച്ചാലും എത്ര ജീവിച്ചാലും എത്ര രസിച്ചാലും എത്ര ചിന്തിച്ചാലും എത്ര ഉല്ലസിച്ചാലും എത്ര സന്തോഷിച്ചാലും എത്ര സല്ലപിച്ചാലും എത്ര ആനന്ദിച്ചാലും എത്ര ആഹ്ലാദിച്ചാലും എത്ര ആഡംബരത്തിന്റെ കോടാലുകൊണ്ട് പോലെ ജീവിച്ചാലും ഒരിക്കലും തീരാത്ത ആഗ്രഹം കൊണ്ട് നടക്കുന്ന പെണ്ണേ ആശുക്കാറുകളോട് ജീവിതത്തിൽ അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോ ആ മഹതി പറഞ്ഞു കൊടുത്തതെന്താ? ആ മഹതി പറഞ്ഞു കൊടുത്തതെന്താ? നിങ്ങൾ കത്തിച്ചു കളഞ്ഞാൽ എന്റെ എല്ലിന്റെ ക്ഷണം ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോ എന്തെങ്കിലും പ്രിയപ്പെട്ട മക്കളുടെ എല്ലിന്റെ ക്ഷണം ജീവിച്ചു വലിയൊരുമില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളിൽ നമ്മളാണ് വിളിച്ച് ആഗ്രഹം തീർന്നിട്ടില്ല. അതുകൊണ്ട് കബറിന്റെ കത്തെങ്കിലും നമ്മൾ ഒന്നിച്ച് കിടക്കട്ടെ, കബറിന്റെ കത്തെങ്കിലും നമ്മൾ ഒന്നിച്ച് കിടക്കട്ടെ. ഒരു വസ്ത്രത്തിനകത്ത് ഞങ്ങളുടെ എല്ല് വരുന്നത് ഒരു സ്ഥലത്ത് കബറടക്കണമെന്ന് മതിയായ ആശുക്കാറുണ്ടാകുന്ന പറഞ്ഞു കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂലേ ആ കബറിന്റെ അകത്ത് നിന്ന് പ്രിയാമരങ്ങളോട് സുഗന്ധം കുറഞ്ഞുകൊണ്ട് വരുന്നത് അവരുടെ ഈമാനിന് പകരമല്ലാതെ കൊടുക്കുന്ന സമ്മാനമാണ്. അവരുടെ കബറിന്റെ കബറിൽ അല്ലാഹു റഹ്മത്ത് സുഗന്ധം ഇങ്ങനെ കൊണ്ടുവരുന്നത് അവരുടെ ഈമാനിന് പകരമല്ലാതെ കൊടുക്കുന്ന സമ്മാനമാണ്. നിങ്ങളെ ചിന്തിക്കുക, നമ്മുടെ ഈമാൻ അവരുടെ ഈമാനോടുകൂടി ഒന്ന് തുലനം ചെയ്തു നോക്കുക. പരിശ്രമിക്കണം പെങ്ങള്, പരിശ്രമിക്കണം പെങ്ങള്, ആശീർവദിക്കണം പെങ്ങള്. അല്ലാഹുവിനെ കുറച്ചുകൂടി അടുത്തേക്ക് സ്നേഹിക്കാനുള്ള മനസ്സ് വെക്കുക. എങ്കിലും മനസ്സുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. അല്ലാഹുവേ ജീവിതത്തിൽ പലപ്പോഴും ഈമാൻ കൂടി കുറഞ്ഞൊക്കെ പറഞ്ഞു പോകുന്നെങ്കിലും അവസാനം ഈ ലോകത്തിലും വില പറയുന്ന സമയത്ത് ഈമാനോടുകൂടി ലഭിക്കാനുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് തരണമല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ആ ഒരു നിയ്യത്തിലായിരിക്കട്ടെ ഇന്നത്തെ സുദഖ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 500 എങ്കിലും നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ? പിരിവൊഴിവാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഇവരുടെ മഹലിനെ സംബന്ധിച്ചിടത്തോളം നാളെ വഅദ് വെച്ചിട്ട് ഉള്ള പൈസ കൂടി പോയവരായവർ മാറരുത്. വളരെ സാധുക്കളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് താല്പര്യം ഇല്ലാത്തവർക്ക് ഞാൻ നിർബന്ധിക്കുന്നില്ല. നമ്മളൊരു 10 ആളാണെങ്കിലും അവർ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചാൽ ബാക്കിയുള്ള ചില ആളുകൾ പറയും ഇനിയിപ്പോ പിരിവാണ് ഞാൻ പോകുന്നത്, അന്നത്തെ വാദം കഴിഞ്ഞിടാന്ന് പറഞ്ഞു. അത് സാധാരണ എന്റെ വാദന വരാത്തവർക്ക് അങ്ങനെ തോന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ചെയ്യാൻ പറ്റുമെങ്കിൽ കാര്യമായിട്ട് ചെയ്തു കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. നീയത്ത്, ഈ ഒരു നീയത്ത് വെച്ച് എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ജീവിതയാത്ര ഇങ്ങനെ പോവാണ്. ചിലപ്പോൾ വാഹനത്തിലായിരിക്കാം, ചിലപ്പോൾ പള്ളി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് എത്ര ആളും മരിച്ചു. അപ്പൊ തൊഴിയൂർ സ്ഥാനമൊക്കെ മയ്യത്ത് നിസ്കാരത്തിന് എത്ര ആയിരക്കണക്കിന് ആളുകളല്ല. അവരൊക്കെ ഇവിടെ ജീവിതം അല്ലാഹുവിന് വേണ്ടി കൊടുത്തതുകൊണ്ട് അതൊന്നും വെറുതെ അങ്ങനെ ഓസിന് കിട്ടുന്ന കാര്യമൊന്നുമില്ല. അതൊന്നും വെറുതെ കിട്ടുന്ന കാര്യമൊന്നുമില്ല. ഈ സൗഭാഗ്യം അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടണം. അത് ഈമാനിന്റെ പവറനുസരിച്ച് നമ്മുടെ നിസ്കാരത്തിന് ആളുകൂടും. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ. 3 സലാത്ത് ചൊല്ലി നിങ്ങളുടെ മുന്നിലേക്ക് സംഘാടകർ. പുറകിൽ നിന്ന് കുറച്ച് ആൾക്കാർ എഴുന്നേറ്റ് പോയത് ഇവിടെ ഉള്ളവരാണോ ദൂരേന്ന് വന്നവരാണോ പൈസ കൊടുക്കാൻ പേടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ ഈ സദസ്സിനോട് ചെയ്യുന്നൊരു വലിയ തെറ്റാണ്. കുറച്ചൊരു 10-12. കാരണം ഞാനൊരു സദസ്സിൽ അങ്ങനെ പറയലില്ല. കാരണം ഇവിടുത്തെ സംഘാടകരോട് അങ്ങനെ ഒരു മഹബത്ത് തോന്നിയത് കൊണ്ട്. കാരണം അവരത്ര കഷ്ടപ്പെട്ടു ഈ പരിപാടിക്ക് വേണ്ടി. സങ്കടമുണ്ട്, അത്ര ത്യാഗം ചെയ്തു. ഈ നാട്ടിലെ വേറെ ലക്ഷ്യങ്ങളൊന്നും അവർക്കില്ല. ഒരു നല്ലൊരു വാദം നടത്തുക, അവരെ എന്തെങ്കിലും കിട്ടുന്നെങ്കിലും മദ്രസയ്ക്ക് ഉപകാരപ്പെടുത്തുന്ന വളരെ അർഹതപ്പെട്ട ഒരു സ്ഥലം. നിങ്ങൾ കൊടുക്കുന്ന ഒരു നാണയത്തൊട്ടും മറ്റ് ഭൗതിക ആവശ്യങ്ങൾക്ക് പോകുന്നു നിങ്ങൾ വിചാരിക്കട്ടെ. അതിനുള്ളൊരു സാഹചര്യം അല്ല ഇവിടെ ഉള്ളത്.
അള്ളാഹു എന്തായാലും റാഹത്താക്കി തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ സുബത്തയുടെ ബറക്കത്ത് കൊണ്ട് അവരെ നീ കബൂൽ ചെയ്യുന്ന തമ്പുരാനേ. അല്ലാഹു എന്തൊക്കെ ആവശ്യങ്ങൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിയിട്ട് സുബക്ക നീ വരാനോ റബ്ബേ ആ സുബത്തയെ നീ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് മദ്രസയുടെ പള്ളിയുടെ കാര്യങ്ങളൊക്കെ ഒറ്റ ദിവസത്തെ അതുകൊണ്ട് നടക്കണം. ആഗ്രഹിക്കാതെ പകുതിയെങ്കിലും നടക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. പടച്ചവനെ 500 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞവരിലേക്ക് ഞാൻ എന്റെ പേഴ്സിൽ നിന്ന് നല്ല ഒരു തുക നീയത്തോടെ ഇടാൻ ഈ മനസ്സ് കൊടുക്കണേ റഹ്മാനേ. അങ്ങനെ ഒരു സന്മനസ് കാണിക്കുന്നവർക്കെല്ലാം ബറക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഒരു മുസീബത്തും നീ കൊടുക്കല്ല തമ്പുരാനേ. ഒരു അപകടവും നീ കൊടുക്കല്ല റഹ്മാനേ. ഒരു ദുരിതവും നീ കൊടുക്കല്ല റഹ്മാനേ. സ്വല്ലി അലാ നബി മുഹമ്മദ്. എല്ലാവരുടെ ഭാഗത്തും ചെയ്യും. അൽഹംദുലില്ലാ എല്ലാവരുടെ ഭാഗത്തും കാര്യമായിട്ട് ചെയ്യും. പുരുഷന്മാരുടെ ഭാഗത്ത് സ്ത്രീയുടെ ഭാഗത്ത് വന്ന് നിൽക്കുന്നവരും സൈഡിൽ പിന്നെ കുറച്ച് കസേര നനഞ്ഞതുകൊണ്ടാണ് അവിടെ ഇരിക്കാത്തതെന്ന് എനിക്കറിയാം. ഒത്തിരി ആളുകൾ പുറകിൽ നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നിങ്ങളുടെ ഈ ത്യാഗത്തിന് പകരം അല്ലാഹു അർഹമായ പ്രതിഫലം തരട്ടെ. സഹോദരിമാരുടെ ഭാഗത്തൊക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായി ചെയ്തു കൊടുക്കും. നല്ലൊരു സുഖം. സാധാരണ നിങ്ങൾ വാതിൽ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു 5 രൂപ എടുത്തുകൊണ്ട് വരുന്ന ഒരു പഴയ രീതിയൊക്കെ ഇനി ഇൻഷാ അല്ലാഹ് മാറ്റണം. 1-ാം തീയതി വീണ്ടും ഒക്ടോബർ 1-ാം തീയതി വീണ്ടും മണ്ണാർക്കാട് ഒരു വലിയ പരിപാടിയുണ്ട്. അത് മറന്നുപോകരുതെന്ന് ഓർമ്മ. മണ്ണാർക്കാട് ജംഗ്ഷനിലാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ സ്വഭാവം ഏതാണ്? ആസിയാ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ നിന്ന് ഈമാൻ ഉറക്കുക എന്ന ഒന്നാമത്തെ സ്വഭാവം. ഇനി ഏത് മനുഷ്യദൈവം വന്നാലും ഏത് സിദ്ധം വന്നാലും എന്തൊക്കെ ലോകത്തിൽ നടന്നാലും നമ്മളതിൽ വീഴൂലെന്ന് നിങ്ങൾ തന്നെ ഉറപ്പിക്കുക. ചാവക്കാട് ഭാഗത്തൊരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ പൂജാരി എനിക്കറിയാം. അദ്ദേഹം പറയുന്നു ഇപ്പോഴും മുസ്ലിം വീടുകളിൽ നിന്ന് അവിടെ കത്തുകയും ആ അഡ്രസ്സിലേക്ക് തിരിച്ചത് ഭസ്മം അയച്ചു കൊടുക്കും. അത്രേ കത്തിനകത്ത് ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ നടക്കുകയാണ്. നമ്മുടെ സഹോദരിമാരല്ലേ അതിനകത്തുള്ളത് കൂടുതൽ. ഭർത്താക്കന്മാരെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഇവിടുത്തെ ചെയ്യാ എന്താ നമ്മുടെ ചാനലിലൊരു പ്രോഗ്രാം ഉണ്ട് ആറ്റുകാൽ രാമകൃഷ്ണൻ അല്ലേ. അതിലേക്ക് ഈ അടുത്തൊരു മുസ്ലിം പെണ്ണ് വിളിച്ചിട്ട് ചോദിച്ച ഒരു സംഭവം വീഡിയോ ക്ലിപ്പായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഭർത്താവിന് ലൈസൻസിന് വേണ്ടി ഇറങ്ങാൻ പറ്റുന്ന നല്ലൊരു ദിവസം പറഞ്ഞു തരണം രാമകൃഷ്ണനോട് ചോദിക്കുകയാണ്. അപ്പൊ രാമകൃഷ്ണൻ ചോദിച്ചു എന്താണ് കുട്ടിയുടെ നാള്? ഞാൻ കുട്ടിയല്ല, ഞാൻ ഔസേപ്പാ. അങ്ങനെ ഔസേപ്പിന്റെ നാള് പറഞ്ഞു കൊടുത്തു. നാളും ജനനത്തീയതിയൊക്കെ നോക്കിയിട്ട് മൂപ്പര് ലാപ്ടോപ്പിൽ ഇങ്ങനെ അടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഈ വരുന്ന വ്യാഴാഴ്ചയിടന്ന് രാവിലെ പിന്നെ കുഴപ്പമില്ല, നല്ല സമയമാണ്. ഭർത്താവിനോട് ഒന്ന് വിളിച്ച് പറഞ്ഞത് ലൈസൻസ് കിട്ടട്ടെ, യുഎഇയിലെ ലൈസൻസാ. എവിടം വരെ എത്തി നമ്മുടെ സമുദായം. പെണ്ണിന് പറഞ്ഞു തന്നെ ഉണ്ടാവും ചിലപ്പോ. അതൊക്കെ മാറി ഫാഷനായില്ലേ. അതിപ്പോ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കണം. നിന്നെയാണ് കുടിച്ചുകൂടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവളാണ്. അതുകൊണ്ട് ഈ പെൺകുട്ടിയെ പ്രായപൂർത്തിയാകുന്നതുവരെ വളർത്തിയാൽ ആ വളർത്തുന്നവർക്ക് ഞാൻ സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ നിന്നിൽ ഒരുപാട് അത്ഭുതം അല്ലാഹുവിന്റെ റസൂൽ കണ്ടതുകൊണ്ടാണ്. ലോകത്ത് തന്നെ ജീവിച്ച ഏറ്റവും വലിയ അത്ഭുത സ്ത്രീയായിരുന്നു മറിയം ബീവി റളിയല്ലാഹു അൻഹ. ആ മറിയമിന്റെ ചരിത്രം പറയുന്ന ആയത്തിലൂടെ അല്ലാഹു രണ്ടാമത്തെ സ്വഭാവം പെണ്ണെ നിനക്ക് തരികയാണ്. ഒരു പെണ്ണില്ലാത്ത രണ്ടാമത്തെ സ്വഭാവമാണ്. ഏതൊക്കെ സഹോദരിമാർക്കുണ്ടാവേണ്ട രണ്ടാമത്തെ സ്വഭാവമാണ്. എന്നാൽ ഒരു കുടുംബത്തിലില്ലാത്ത രണ്ടാമത്തെ സ്വഭാവമാണ്. يا مريم إن الله اصطفاك وطهرك واصطفاك على نساء العالمين. الله ഖുർആൻ പറയുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹ സ്ത്രീകളുടെ നേതാവായി, സ്ത്രീകളുടെ യജമാനത്തിയായി അല്ലാഹു തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന സന്തോഷവാർത്ത മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് എപ്പോഴാണ് അല്ലാഹു വന്ന് പറഞ്ഞതെന്നറിയോ?
പോലെ മണ്ണാർക്കാട് ചെങ്ങലൂരിലുള്ള പെങ്ങളെ പുരുഷ സ്പർശനമില്ലാതെ ഗർഭവതിയാകുന്ന മറിയം ബീവിയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. പുരുഷ സ്പർശനമില്ലാതെ ഗർഭവതിയാകുന്ന മറിയം ബീവി ആ ഗ്രഹത്തെക്കുറിച്ച് ഗൗരവത്തോടെ നിങ്ങളൊന്ന് ചിന്തിക്കുക. സഹിക്കാൻ പറ്റുമോ? ആദ്യം ജീവിതമൊക്കെ കളിയാകില്ലേ? ഇപ്പോഴാണെങ്കിൽ പിന്നെ അത് സ്വാഭാവികമാണ്. പല കുടുംബത്തിലുമുണ്ട്, പലരും പുറത്ത് പറയുന്നില്ല. എന്നാൽ മറിയം ബീവിയുള്ള പരിശുദ്ധിയായ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഗർഭം ധരിച്ചപ്പോൾ നാടും ജീവിതമൊക്കെ ധരിക്കാറുണ്ട്. അല്ലാഹുവേ, ആരാണ് കുഞ്ഞിന്റെ പിതാവെന്നറിയാതെ ഗർഭം കൊണ്ട് നടക്കുന്ന മറിയം ബീവിയല്ലാഹു തആല ഇത് കാലത്തിൽ മലായികത്തിയ മറിയം എന്നല്ലാഹു യുബശ്ശിറുഹു ബികലിമത്തിൻ മിൻഹു ഇസ്മുഹു മസീഹു ഈസ ഇബ്നു മറിയം വജീഹൻ ഫിൽ ദുനിയാ വൽ ആഖിറ വമിനൽ മുഖറബീൻ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമഘട്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് ഗർഭസ്ഥ സമയത്താണ്. ആ മറിയം പ്രസവിക്കുന്നത് വരെ ആ മറിയം റളിയല്ലാഹുന്ന ലോകത്തിലേക്ക് ഏറ്റവും വലിയൊരു മാതൃക കൊടുത്തിട്ടാണ് പോയത്. അതെന്തറിയുമോ? എന്റെ പ്രിയപ്പെട്ട മറിയം എന്ന പെങ്ങളെ അതാണ് ക്ഷമ. ഇന്ന് ലോകത്ത് ഒരു പെണ്ണിനും ഇല്ലാത്തവരും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ക്ഷമ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. തന്റെ കുടുംബത്തിലെ ദാരിദ്ര്യത്തിലൊന്നും ക്ഷമിക്കാൻ, തന്റെ ഭർത്താവിന്റെ സ്വഭാവമാറ്റത്തിലൊന്നും ക്ഷമിക്കാൻ, തന്റെ മക്കളുടെ ജീവിതമാനത്തിൽ വ്യത്യാസം വരുമ്പോഴും ക്ഷമിക്കാൻ കഴിയാതെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന, ചീത്ത നിൽക്കുന്ന കുടുംബ കലഹമുണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന എന്റെ പെണ്ണിലെ ജീവിതത്തിൽ ഏറ്റവും വലിയ തകരാറുടെ തകർച്ചയുമാണ് അല്ലാഹു നിനക്ക് വരാൻ പോകുന്ന അല്ലാഹു കാണട്ടെ. ഏറ്റവും അധികം ക്ഷമ ഒരു പെണ്ണിന് ആവശ്യം വരുന്ന സമയം പെണ്ണ് ഗർഭവതിയായിരിക്കുന്ന സമയത്താണ്. ഇല്ലാത്ത എല്ലാ അരിപ്പുറത്തും ഉണ്ടാകുന്നത് എപ്പോഴാണ്? അമ്മായിര് കളിയാക്കലുണ്ടാകും, നാത്തൂന്റെ കുറ്റപ്പെടുത്തലുണ്ടാവും. അമ്മായി പറയും, ഇതുവരെ ഇവിടെ ആരും പ്രസവിച്ചിട്ടില്ല, ഇപ്പൊ എന്റെ മരുമോള് മാത്രം പ്രസവിക്കാൻ പോവാ, അവളെ സ്റ്റൈലും അവളെ നടത്തയും അവളെ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് മരുമോള് നിൽക്കുന്നുണ്ട്. അമ്മായി പറയും, ഓ സഹിക്കാൻ പോയി, എന്റെ മരുമോൾക്ക് ലോകത്ത് ആദ്യമായിട്ട് പറയാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമ്പോൾ ഈ പെണ്ണിന് സഹിക്കാൻ പറ്റില്ല. തലേണയിൽ കോർത്തി കിടന്ന് കരയും, ഭർത്താവ് വരുമ്പോൾ കുറ്റപ്പെടുത്തും. ഗർഭവതിയായിട്ട് തന്നെ ആ വീട്ടിൽ നിന്ന് കൂടും കുടുക്കയും പെട്ടി പ്രമാണം എടുത്തുകൊണ്ട് ഇറങ്ങേണ്ടി വരും. അങ്ങനെ കുടുംബത്തിൽ നേരിയ പ്രശ്നങ്ങൾക്ക് ഈ ഗർഭകാലം ഒരു സാക്ഷിയാകുന്ന ഒരു സാഹചര്യം. എന്തിനാ നമ്മളതിന് മെനക്കെടുന്നത്? ഭർത്താവിന്റെ പൂർണ്ണമായ പൊരുത്തത്തിൽ ഒരു പെണ്ണ് ഗർഭവതിയായി, എന്നിട്ട് ആ പെണ്ണ് സഹിച്ചു ക്ഷമിച്ച് എല്ലാ വേദനയും ബേജാറൊക്കെ സഹിച്ചു ക്ഷമിച്ച് ആ പെണ്ണ് പ്രസവിച്ചു. ഏറ്റവും അധികം ഭർത്താവിനോട് ദേഷ്യം വരുന്ന സമയമാണ് ലേബർ റൂമിന്റെ അകത്ത് നിലവിളിക്കുന്ന സമയം. നിങ്ങൾ പറയും, മൊയിലാരി എവിടം വരെ കടന്നു പോയിട്ടിരിക്കാന്ന്. അങ്ങനല്ല, അത് പറയണ്ടേ, കുറച്ച് പറയണ സമയമില്ലാത്തതുകൊണ്ട് കുറച്ചു മാത്രം. ലേബർ റൂമിന്റെ മുമ്പിലിരുന്ന് അകത്തു ഭാര്യയുടെ നിലവിളി കേട്ട ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കേ. 1, 2 കൊച്ചുള്ളവരും പൊക്കരുത്, വാട്സപ്പിലൂടെ കേട്ടതാണ്. അല്ലാഹു ആരാണ്? അല്ല, വണുത്താക്കന്മാര് ലേബർ റൂമിന്റെ മുമ്പിൽ ഭാര്യ അകത്ത്, ഭർത്താവ് പുറത്ത്. അകത്ത് സ്വന്തം ഭാര്യയുടെ നിലവിളി. പ്രസവിക്കുമ്പോ കുഞ്ഞു പുറത്തേക്ക് വരുമ്പോ സ്വന്തം ഭാര്യയുടെ നിലവിളി കേൾക്കണം. ഞാൻ കേട്ടു. എന്റെ മുതിർന്ന ഏറ്റവും മൂത്ത കുട്ടിയുടെ പ്രസവം ഒഴിച്ച് ബാക്കി 3 മക്കളുടെ പ്രസവത്തിന് ഞാൻ ആ നിലവിളി ഹോസ്പിറ്റലിന്റെ ആ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. ഞാൻ വെറുതെ അവിടെ പോയി നിൽക്കില്ല. നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ഞാൻ ബദരിയത്തോതും. അങ്ങനെ വെറുതെ ചുമ്മാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ, വീട്ടിൽ നിന്ന് പോവാ, പ്രസവിക്കാൻ പോവാ, പ്രസവിക്കുക, തിരിച്ചു വരിക, ഇതന്നെ. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ബദരീങ്ങളുടെ കാവല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് തമാശൊന്നുമില്ല. നമുക്കിന്ന് ബദരീങ്ങളും വേണ്ട, ഉഹുദീങ്ങളും വേണ്ട, ആരും വേണ്ട. വാട്സപ്പിലൂടെ അങ്ങോട്ട് കുത്തി കൊടുക്കുന്ന എല്ലാം ഇങ്ങോട്ട് വരിക. നമുക്കിന്ന് ആരും വേണ്ട. നമ്മൾ ചിന്തിച്ചു നോക്കി. മൂത്തമകന്റെ സമയത്ത് ഞാൻ നാട്ടിലെ പ്രസംഗത്തിനാണ്, റബീഉൽ അവ്വൽ 12-നാണ് എന്റെ മൂത്തമോനെ പ്രസവിക്കുന്നത്. അപ്പൊ ഇതിന്റെ പരിപാടികളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു, പോകാൻ പറ്റിയില്ല. ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് തന്നെ അല്ല. ഒരുത്തൻ റബീഉൽ അവ്വൽ, ഒരുത്തൻ ജീലാനിദിന്, അങ്ങനെ തന്നെ അതൊക്കെ കറക്റ്റ്. അങ്ങനെ എല്ലാത്തിനും ആള് വേണ്ട. അള്ളാന്റെ ഔലിയാക്കളെയും സുന്നത്തെ ജമാഅത്തിനെയൊക്കെ നിഷേധിക്കുന്ന ഒരു കാലം വരാൻ പോവാണ്. ആ കാലം തന്നെ വന്നു കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട മക്കളിലൂടെ നിങ്ങൾ ആരെങ്കിലും ഭാര്യ ലേബർ റൂമിനകത്ത് കയറുമ്പോ ആ നിലവിളി കേൾക്കുമ്പോ എന്റെ ബദരീങ്ങളെന്ന് പറഞ്ഞ് നെഞ്ചിൽ കൈവച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിന് നേരമില്ല. അങ്ങനെ ബദരീങ്ങളെ വിളിക്കാതെ ബദരീങ്ങൾ ആരാ എന്ന് നിങ്ങൾ ചോദിക്കില്ലേ? അല്ലാഹുവിന്റെ ബദരീങ്ങളെ കുറിച്ചുള്ള ബോധം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ കൽവിയിലുള്ള എല്ലാ
കുറിച്ച് ചിന്തിച്ചാൽ പോരാ. എന്നാണ് നമ്മുടെ കൽബിന്റെ നഷ്ടപ്പെട്ടു പോയത്. അള്ളാഹു പടച്ചതപ്പുര നമ്മളൊക്കെ കാത്തിരിച്ചിങ്ങനെ പണ്ടൊക്കെ ഉള്ളവർ പറയുമായിരുന്നു, സന്ധ്യ നേരമാകുമ്പോ ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിൻ കാട്ടിടും സമയം കഴിഞ്ഞവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. എത്ര സമാനമായ പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെട്ടു പോയ പോരായവേ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷമയെന്ന് പറയുന്ന എന്റെ പൊന്നുമോളെ നഷ്ടപ്പെടുത്തല്ലേ, എന്റെ പൊന്നുമോളെ നഷ്ടപ്പെടുത്തല്ലേ. എറണാകുളം ജില്ലയുടെ പെരുമ്പാവൂർ നമസ്കാരങ്ങളിൽ ഇറങ്ങിയ പ്രിയപ്പെട്ട സൈനാരെന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിലൂടെ വാഹനത്തിന്റെ പരകേറി ഇറങ്ങി കടലിറങ്ങി പോയപ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ബോഡി പോസ്റ്റ്മോർട്ടം കിടന്ന് പെരുമ്പാവൂർ വീട്ടിന്റെ മുൻമറപ്പിലേക്ക് കൊണ്ടുവച്ചപ്പോ അല്ലാഹുവേ കൂട്ടുകാരും വിളിക്കുകയാണ്, ഹിന്ദുക്കൾ നെഞ്ചപ്പെടുത്തി പൊടിച്ചു കഴിയുകയാണ്. ആ സൈനാരെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഉണ്മയുണ്ടല്ലോ, എന്റെ പട്ടം കൊണ്ട് കണ്ണീരോടിച്ചു അല്ലാഹുവേ പൊന്നുമോന്റെ മയ്യത്തുകൾ നടന്നു പോയപ്പോ അവിടെ കൂടിയ സഹോദരിമാര് പറഞ്ഞവരുടെ ഭ്രാന്തി പിടിച്ചുപോയി. ഒന്ന് പൊട്ടിക്കരഞ്ഞില്ലല്ലോ, ഒന്ന് ശബ്ദം പുറത്തുവിടുന്നില്ലല്ലോ, ഒന്ന് ശബ്ദം പുറത്തുവിടുന്നില്ലല്ലോ. ആ സമയത്താണ് ആ പെണ്ണിനെ കുറിച്ച് ആ പള്ളിയിൽ മയ്യത്ത് നമസ്കാരത്തിൽ നേതൃത്വം കൊടുത്ത ഉത്താറ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉടമസ്ഥയാരും പറയുന്നു, നമ്മുടെ നാട്ടിലുള്ള ഹൽമാരക്കായി നമ്മുടെ നാട്ടിൽ നമസ്കരിക്കുന്ന ഉമ്മമാരെക്കാൾ നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രാവശ്യം മിക്കറും ശരാശരി ചെല്ലുന്ന പെണ്ണിനേക്കാൾ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ ഉന്നത പദവിയുടെ പേര് പിന്നാണ് ഈ മരിച്ചുപോയ പൊന്നുമോന്റെ ഉമ്മ. അങ്ങനെ ഒരു ഉന്നത പദവിയിലെത്തിയ ഉമ്മാവില്ലാതെ സഹിക്കാനും ക്ഷമിക്കാനും ഈ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് പറഞ്ഞു കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, 20 വയസ്സുവരപ്പന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ പോറ്റി വളർത്തുക പോലെ ഉമ്മയുടെ കഥയാണ് പറഞ്ഞതെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നും സഹിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. എന്നെ എന്താണ് സഹിക്കേണ്ടി വന്നത്? ശരിയം തീരത്ത് കടലോരത്ത് വന്ന് കഴിഞ്ഞുകൂടിയ 2.5 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഉമ്മയെ കുറിച്ച് വിളിക്കുമോ? എന്റെ പൊന്നുമോളെ നിനക്കെന്തേ സഹിക്കേണ്ടി വന്നത്? ലോകത്തിന്റെ നാനാഭാഗത്തെ കഷ്ടപ്പാട് കണ്ണീരുമായി കഴിഞ്ഞുകൂടിയ സഹാബത്തിന്റെ പ്രിയപ്പെട്ട പെരുമണികള്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോട് പാട്ടുമറിയുള്ള ഉൾപ്പെടെ ലോകത്തൊരുപാട് ത്യാഗമനുഭവിക്കുന്നു. എന്റെ പെണ്ണുകളെ നിനക്കൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, എന്റെ പൊന്നുമോളെ നിനക്കൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, ഞാൻ നിന്നെ തുടങ്ങിയത് മുതൽ ഈ സമയം വരെ നിങ്ങളെ കുറ്റപ്പെടുത്തിയതാണെന്ന് തോന്നിപ്പോവല്ലേ, നിങ്ങളെ പരിചരിച്ചതാണെന്ന് തോന്നിപ്പോവല്ലേ, നിങ്ങളെ കളിയാക്കിയതാണെന്ന് തോന്നിപ്പോവല്ലേ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്, നിങ്ങളോട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, അല്ലാന്റെ കോടതിയിൽ നിന്നത് അല്ലാന്റെ കുറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ്. ഈ മറിയം എല്ലാവരും കടന്നു പോകുന്ന പ്രലത്തിന്റെ പിന്നാലെയുള്ള കവാടത്തിലൂടെ കുഞ്ഞോളെ നിനക്ക് മുന്നിൽ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു അബ്ദുൽ സാക്ഷി നിർത്തിയിട്ട് പറയട്ടെ, മാരകരോഗങ്ങൾ തന്നാൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. മാരകരോഗം അല്ലാഹു തന്നാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അത് നമ്മുടെ മകൾക്കാകട്ടെ, നമ്മുടെ ഭർത്താവിനാകട്ടെ, നമുക്ക് തന്നെയാകട്ടെ. കൊണ്ട് കൈകൊണ്ട് ശരീരത്തിന്റെ പുറകിലെന്ന് ചോദിച്ചപ്പോ ശരീരം മഴ പോലെ തോന്നിവന്നതാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ RCCയിലേക്ക് ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. അല്ലാഹേ, അതുകൊണ്ട് RCCയിലേക്ക് ടെസ്റ്റ് ചെയ്യുകയാണ്. ക്യാൻസറിന്റാണ് കടലിനകത്തുണ്ടെന്ന് ഡോക്ടർമാര് കണ്ടുപിടിക്കുന്നു. പിന്നെ എന്റെ പൊന്നുമോളെ എല്ലാ സമയം എനിക്ക് നഷ്ടപ്പെടുകയാണ്. എത്രയോ സഹോദരന്മാരെ ആത്മഹത്യ ചെയ്തു പോയി. സഹിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല പെങ്ങളെ, ക്ഷമിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല പെങ്ങളെ. അതുകൊണ്ട് അവരുടെ സാക്ഷി നടത്തി പറയട്ടെ, അല്ലാഹുവേ സരസ്വതന്ന സഹോദരന്മാർക്ക് അങ്ങനെ സഹിക്കാൻ പറ്റാത്ത പരീക്ഷണം കൊടുക്കുന്നതല്ല. ചിലപ്പോൾ 2 മക്കളെയും അല്ലാതെ തന്നെ ഒരുമിച്ച് വരുത്തിച്ചുകൊണ്ട് പരീക്ഷണങ്ങളാകും.